സകല ലോകത്തിൻ്റെ രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും എല്ലാ ദൈവമക്കൾക്കും ഹൃദ്യമായ സ്നേഹം അറിയിക്കുന്നു. നമ്മുടെ തുടർച്ചയായ ബൈബിൾ ടോക്ക് ഷോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ടോക്ക് ഷോ അനുഗ്രഹമായി തീരുവാൻ വളരെ പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ കടൽ പാസ്റ്റർക്കായും ഇന്ന് നമുക്ക് മ്യൂസിക് ലീഡ് ചെയ്ത സിസ്റ്റർ സ്തുതി ജെയിംസ്, ഈ മീറ്റിംഗ് സ്ഥിരമായി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹം അറിയിക്കുന്നു. എൻ്റെ സൗണ്ട് സിസ്റ്റം ക്ലിയർ ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ പതുക്കെയാണ് സംസാരിക്കുന്നത്. കേൾക്കാമോ അനീഷ് സാറേ? അനീഷ് സാർ കേൾക്കാമെന്ന് പറയുന്നത്. ഇനി ബാക്കി ആരും ഒന്നും പറയുന്നില്ല. ഷാജിമാത്യു പാസ്റ്റർ വരെ കേട്ടു. ഇനിയിപ്പോൾ ആര് കേൾക്കാൻ ബാക്കിയിരിക്കുന്നു? എൻ്റെ പാസ്റ്റർ വരെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി അത് കേൾക്കാൻ ബാക്കിയില്ല. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ദൈവവും തൻ്റെ ഇസ്രയേലും എന്ന ടോപ്പിക്സ് ആണ്. ഇത് ഒരു ചെറിയ പരിധി വരെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ ആശയക്കുഴപ്പമാണെങ്കിലും അതിൻ്റെ വിഷയമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഗൗരവമേറിയ ആശയക്കുഴപ്പങ്ങളാണ് താനും. കാരണം ഈ ക്രിസ്ത്യാനിത്വത്തിൻ്റെ വളർച്ചയുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ വളരെ ബോധപൂർവമായി ക്രിസ്തീയ സഭയിൽ ഉടലെടുത്ത ഒരാശയമാണ് ദൈവം യഹൂദനെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞു, തീർന്നു, ഇനി അവൻ്റെ കഥ കഴിഞ്ഞു. ഇപ്പോഴഹൂദൻ നമ്മളല്ലേ യഹൂദന്മാർ. നമ്മളെ യഹൂദന്മാരെന്ന് പറഞ്ഞ് പൗഡറൊക്കെ ഇട്ട് സൂട്ടും കൂട്ടും ഇട്ടിട്ട് കുറെ പുള്ളികൾ ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളാണ് യഹൂദൻ. ഇത് വലിയ പ്രശ്നങ്ങളാണ് ക്രിസ്ത്യ ലോകത്ത് ആശയപരമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത്. അടി ഉണ്ടായിട്ടുണ്ട്, ഇതിൻ്റെ പേര് കേട്ടോ, നല്ലോണം അടി ഉണ്ടായിട്ടുണ്ട്, ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധ പുതിയ നിയമത്തിൽ ഇസ്രയേൽ എന്ന വേർഡ് 68 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 68 പ്രാവശ്യം. ഈ 68 പ്രാവശ്യത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇസ്രയേൽ എന്ന വാക്കുമായി ദൈവസഭയെ ബന്ധിപ്പിച്ച് പറഞ്ഞിട്ടുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം. അത് ദൈവസഭയാണ് ഇപ്പൊ ഇസ്രയേൽ. മറ്റേ ഇസ്രയേൽ അല്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് അവരുമായിട്ട് നമ്മളെ കണക്ട് ചെയ്ത് പറഞ്ഞു. അത് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിലാണ്. ബാക്കി മുഴുവൻ പ്രാവശ്യവും ഇസ്രയേൽ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം അക്ഷരീക ഇസ്രയേലിനെ കാണിക്കുന്നത്. ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ഒരു ദൈവമേ ഉള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു ദൈവമേ ഉള്ളൂ. പഴയ നിയമത്തിലെ ഒരു കടിച്ചു തിന്നാനിരിക്കുന്ന ഒരു ദൈവവും പുതിയ നിയമത്തിൽ ഭയങ്കര സ്നേഹസമ്പന്നമായ ദൈവവും. അപ്പം സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഒരു ധാരണ, ആ പഴയ നിയമത്തിലെ അപ്പൻ ദൈവം ഭയങ്കര ക്രൂരനാകട്ടോ, തല്ലിക്കൊന്നുകളെ മര്യാദയില്ലാത്ത ഒരാൾ. എന്നാൽ പുതിയ വന്നപ്പോഴത്തേക്ക് ഒരു ആട്ടിൻകുട്ടിയൊക്കെ ഇങ്ങനെ തോളത്ത് പിടിച്ചുകൊണ്ട് എന്തോ ഒരു സ്നേഹം. ഇരിക്കുമ്പോൾ തന്നെ ആട്ടിൻകുട്ടി എല്ലാം മടി കയറി ഇരിക്കുക, മൊയിലൊക്കെ മടി കൂടെ ചാടി നടക്കുന്നു. പാവം, നല്ലൊരു ദൈവം. രണ്ട് ദൈവങ്ങളാണ്. അങ്ങനെയല്ല, നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. വേറൊരു ധാരണ രണ്ട് സ്വർഗങ്ങൾ എന്നുള്ളതാണ്. പഴയ നിയമ ഇസ്രയേലിന് ഒരു വാഗ്ദത്ത ഭൂമിയായി ഈ ഭൂമിയിൽ ഇച്ചിരി മണ്ണ് കൊടുത്തിട്ടുണ്ട്, ചില വസ്തു കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ മുന്തിരി നടുവോ, ഇനി അതല്ല ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യോ, എന്തെങ്കിലും കൃഷി ചെയ്ത് ആവശ്യമാണ്, അവിടെ കൊണ്ട് തീർന്നു. ഞങ്ങൾക്ക് സ്വർഗം, നിങ്ങൾക്ക് വാഗ്ദത്ത ഭൂമി. മനസ്സിലായി?
ഇതാണ് മൂന്നാമത്തെ ഗൗരവമായ തെറ്റിദ്ധാരണ. അത് ശരിയല്ല. പിന്നെ എന്താണ് ശരി? ഒരു ദൈവമേ ഉള്ളൂ, ഒരു സ്വർഗമേ ഉള്ളൂ, ഒരു പിതാക്കന്മാരേ ഉള്ളൂ, ഒരു വാഗ്ദത്തമേ ഉള്ളൂ, ഒരു പ്രത്യാശയേ ഉള്ളൂ. ഇനിയും നമുക്കെല്ലാവർക്കും കൂടെ ഒരു സ്ഥലമേ ഉള്ളൂ. നിത്യത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കഴിയേണ്ടത്. ആരെല്ലാം ഒരുമിച്ച? പഴയ നിയമ ഇസ്രായേലും നമ്മളും ഒരുമിച്ചാണ് കഴിയേണ്ടത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ വിശ്വാസ സംബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ രണ്ട് കാര്യങ്ങൾ വീണ്ടും ശ്രദ്ധയിലേക്ക് വരുന്നു. ഒന്ന്, ദൈവം യഹൂദന് കൊടുത്ത വാഗ്ദത്തം. രണ്ട്, ദൈവം നമുക്ക് തന്ന വാഗ്ദത്തം. യഹൂദന് കൊടുത്ത വാഗ്ദത്തം, നമുക്ക് തന്ന വാഗ്ദത്തം. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ മടങ്ങിവരവാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുന്നില്ല എങ്കിൽ ഈ മണ്ണിൽ അടിഞ്ഞു പോകുന്ന നമ്മളെല്ലാം അവിടെ കൊണ്ട് തീരത്തേ ഉള്ളൂ. ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വരുന്നില്ലെന്നിരിക്കട്ടെ, ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്നൊരു സംഗതി ഇല്ല. അതായത് നമുക്ക് പ്രത്യാശയില്ല. ഞങ്ങളുടെ റാന്നിക്കാരുടെ ഈ സാധാരണ ഭാഷ പറഞ്ഞ പട്ടി ചത്തുപോലെ കൊണ്ട് കുഴിച്ചിട്ടു, തീർന്നു. വേണേ അതിൻ്റെ മണ്ടയ്ക്ക് ഒരു വാഴയോടെ വെക്കാം, അതേ ഉള്ളൂ. ഒരു പ്രതീക്ഷ ഒരു വാഴ കൊലയ്ക്കുമെന്നുള്ളതേ ഉള്ളൂ. എൻ്റെ മണ്ടയ്ക്ക് ഒരു വാഴ കൊലയ്ക്കുമെന്നുള്ളൂ, വേറെ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മടങ്ങി വന്ന് നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നാം തന്നോടുകൂടെ യുഗങ്ങളെല്ലാം വാഴും. ഇതാണ് സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ. ഈ സഭയുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത് മറ്റാർക്കും കൊടുക്കാതെ പുതിയ നിയമസഭ എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന നമ്മൾക്ക് വേണ്ടി മാത്രവും, അതിന് യഹൂദന് അതിനകത്ത് യാതൊരു കാര്യമില്ല എന്നും ഒരു ചിന്തയുണ്ട്. അത് യഹൂദന് പറഞ്ഞിട്ടുള്ളതല്ല, നമുക്ക് വേണ്ടി മാത്രമാണ് യഹൂദന് പറഞ്ഞിട്ടുള്ളതല്ല എന്ന വളരെ വളരെ ഗൗരവമായ വേറൊരു ധാരണ. ഇനിയും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അപ്പം യഹൂദന് ഉയർത്തെഴുന്നേൽപ്പില്ല, ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആരാണ്? പുള്ളികളില്ലേ? യഹൂദനൊക്കെ പോയില്ലേ, പറന്നു പോയില്ലേ? ഇപ്പം നമ്മളില്ലയോ കംപ്ലീറ്റ്, നമ്മുടെ കയ്യിലില്ലയോ കംപ്ലീറ്റ് ഇരിക്കുന്നത്? ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം. ഒരു വാഗ്ദത്തമേ ഉള്ളൂ. വാഗ്ദത്തങ്ങൾ ആ ലിസ്റ്റ് എടുത്താൽ ഒരു ലിസ്റ്റ് ഓഫ് പ്രോമിസ്, ഒരു വാഗ്ദത്തങ്ങളുടെ ഒരു ഗ്രൂപ്പ്, ഒരു ലിസ്റ്റേ ഉള്ളൂ. ഒരു പ്രത്യാശയേ ഉള്ളൂ, ഏക പ്രത്യാശ. പക്ഷെങ്കിൽ ഇതാദ്യ യഹൂദനിൽ കൂടെ നമുക്ക് ലഭിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും, മുഴുവൻ വാഗ്ദത്തങ്ങളും അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിനും തൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ കൊടുത്തു. തീർന്നു. ദൈവം മനുഷ്യന് കൊടുക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാ വാഗ്ദത്തങ്ങളും അബ്രഹാം എന്ന ആത്മീയ വിശ്വാസികളുടെ പിതാവിന് കൊടുത്തു. തീർന്നു. പിന്നെ നമുക്കോ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരികയാണ്. അബ്രഹാമിന് കൊടുക്കാത്ത കുറെ അനുഗ്രഹവുമായിട്ട് ക്രിസ്തുവേശു ഭൂമിയിൽ വരികയല്ല, മറിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹങ്ങൾ ക്രിസ്തുവേശുവിൽ കൂടെ നമുക്ക് ലഭിക്കുക. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. എന്താ? അബ്രഹാം ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വിശുദ്ധ ജനമായ ഇസ്രായേൽ ഇല്ലാതെ അവരെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് വിലക്കപ്പെട്ടതായ എന്തെങ്കിലും കുറച്ച് അനുഗ്രഹങ്ങൾ നമുക്ക് മാത്രമെന്ന് പറഞ്ഞ് വേദപുസ്തകം തരുന്നില്ല.
ഇനിയുമാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. എങ്ങനെയാണ് നമ്മുടെ വിഷയത്തിലേക്ക് വരുന്നത്? നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, നമ്മളോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഏറ്റവും വലിയ വാഗ്ദത്തം നമ്മുടെ രക്ഷയാണ്. യേശുക്രിസ്തു നമുക്ക് സൗഖ്യം തന്നു, ആരോഗ്യം തന്നു, പ്രാർത്ഥന കേട്ടു, പിള്ളേർക്കെല്ലാം ജോലി കിട്ടി, മുട്ടം വീട് വെച്ചു, വലിയ ലോറി പോലുള്ള കാറ് മേടിച്ചു. ഇതൊന്നും കാര്യമില്ല. കാര്യം ഉയർത്തെഴുന്നേൽപ്പാണ്. കാര്യം നിത്യജീവനാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് സാധിക്കുന്നുള്ളത് ദൈവം അബ്രഹാമിന് കൊടുത്ത, അതായത് ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങളുടെ ഭാഗമാണ്. അപ്പൊ ഇനിയും ഇതെപ്പം നിവർത്തിക്കും? 2, ഇതെങ്ങനെ നിവർത്തിക്കും? 3, ഇത് നടക്കുമെന്നുള്ളതിൻ്റെ ഉറപ്പെന്തവാണ്? ദൈവം നമ്മുടെ വാഗ്ദത്തം നിവർത്തിച്ചു തരും, നമുക്ക് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകും എന്നുള്ളതിൻ്റെ ഉറപ്പെന്താണ്? എൻ്റെ ഉറപ്പെന്ന് പറയുന്നത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുന്നുവോ എന്നുള്ളതാണ്. അത് ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുന്നുവോ എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം, അതിൻ്റെ അവസാനം നമ്മളിലാണ്. അപ്പം നമ്മുടെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി നമ്മൾ നോക്കേണ്ടത്, ഇസ്രായേലിൽ ദൈവം പ്രവൃത്തി ആരംഭിച്ചോ? വാഗ്ദത്ത നിവർത്തീകരണം എന്ന വലിയ കാര്യം ദൈവം ഇസ്രായേലിൽ ആരംഭിച്ചുവോ? ദൈവം ഇസ്രായേലിൽ ആരംഭിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം അത് വന്ന് അവസാനിക്കുന്നത് നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പിലാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം അവരോട് നിവർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗമല്ല. ശ്രദ്ധിച്ചോണം. ദൈവം ഇസ്രായേലിനോട് നിവർത്തിക്കേണ്ട വാഗ്ദത്തങ്ങളുടെ ഒരു ലിസ്റ്റുണ്ട്. ആ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് ഒരു സ്റ്റേജിൽ വരുമ്പോൾ നമ്മളോട് അവരോട് ഒരുമിച്ചുള്ള ഒരു വാഗ്ദത്ത നിവർത്തീകരണമുണ്ട്. നമ്മളും അവരും ഒരുമിച്ചുള്ള ഒരു വാഗ്ദത്തം. അതുവരെ അവരോട് പറഞ്ഞു വന്ന് ഒരു സ്റ്റേജ് ആകുമ്പോൾ അവരും നമ്മൾ ഒരുമിച്ചൊരു വാഗ്ദത്ത നിവർത്തീകരണം നടക്കാൻ പോവാണ്. ആ വാഗ്ദത്ത നിവർത്തീകരണമാണ് സഭയുടെ ഉൽപ്രാവണം എന്ന് പറയുന്നത്. അപ്പൊ സഭയുടെ ഉൽപ്രാവണത്തിൽ ജാതികളായ ദൈവമക്കൾ മാത്രമല്ല, ഇസ്രായേല്യരായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച എല്ലാ യഹൂദനും നമ്മളോടൊപ്പം ഉയർത്തെഴുന്നേൽക്കും. ഇനി അത് കഴിഞ്ഞ് വാഗ്ദത്ത നിവർത്തീകരണം 2 ഭാഗമായിട്ട് മാറുകയാണ്. ഒന്ന് സ്വർഗത്തിലും മറ്റൊന്ന് ഭൂമിയിലും. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാത്രം, അതിനകത്ത് യഹൂദനുണ്ട് കേട്ടോ, പുതിയ നിയമസഭയ്ക്ക് മാത്രമുള്ള വാഗ്ദത്ത നിവർത്തീകരണവും, താഴെ ഭൂമിയിൽ യഹൂദനോട് അതുവരെ നിവർത്തിച്ചതിന് ശേഷം ബാക്കിയുള്ള വാഗ്ദത്ത നിവർത്തീകരണം. ഇതാണ് വാഗ്ദത്ത നിവർത്തീകരണങ്ങളുടെ ഒരു രീതി. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ദൈവം വളരെ അത്ഭുതകരമായ രീതിയിൽ, അതിശയകരമായ രീതിയിൽ, ലോകം കണ്ട് ഞെട്ടുന്ന രീതിയിൽ തൻ്റെ ജനമായ ഇസ്രായേലിനോട് താൻ നൽകിയ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നിവിടെ ക്ലാസ് എടുക്കുമ്പോഴും ദൈവം തൻ്റെ വാഗ്ദത്തം നിവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നമ്മുടെ കാലത്ത്, അതായത് നിങ്ങൾ ഒക്കെ ജനിച്ചതിന് ശേഷം നമ്മുടെ കാലത്ത് ഈ വർഷങ്ങളിലൊക്കെ അത്ഭുതകരമായ ദൈവം ഇസ്രായേലിന്റെ സാഹചര്യങ്ങൾ നേരിട്ടിടപെട്ട വിശുദ്ധ പഴയ നിയമ പുസ്തകങ്ങളിൽ താൻ ചെയ്യുമെന്ന് അവരോട് വാഗ്ദത്തം ചെയ്ത ചില വാഗ്ദത്തങ്ങൾ നിവർത്തീകരണത്തിന്റെ പൂർത്തീകരണം ചെയ്തു. വിശുദ്ധ പഴയ നിയമത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യും ഇസ്രായേലിനോട് എന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങൾ എണ്ണി അക്കമിട്ട് ദൈവം അങ്ങോട്ട് നിവർത്തിക്കാൻ തുടങ്ങി.
നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളരെ എടുത്തു പറയത്തക്ക, മനുഷ്യന് അത്ഭുതം കോരുന്ന ഒരു 17 സംഭവങ്ങളാണ് ഇന്നിവിടെ ഈ ക്ലാസ്സിലെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. 17 സംഭവം കൊണ്ട് എടുത്ത് തീരാനുള്ള സമയം നമുക്കുണ്ട്. നിങ്ങൾക്കും പ്രത്യേകിച്ച് ഒന്നും പോകാനൊന്നും ഇല്ലല്ലോ, അല്ലേ? നമുക്ക് കുറച്ച് നേരം ഇരിക്കുക. അരൂർ സാറ് പറഞ്ഞു, സാറിന് ഇന്ന് ഒരു പണിയില്ല, ഇഷ്ടംപോലെ എടുത്തോളാനാണ്. ഷാജി മാത്യു പാസ്റ്റർ മാത്രം കൃത്യസമയമാകുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഓടിക്കളെ. പാസ്റ്റർ വെറും 1 മണിക്കൂർ ഞാൻ ബാബു സാറിന് തരാം, ആ 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന പഠിച്ചോളും, അതിനപ്പുറം അനുവദനീയമല്ല. അങ്ങനെയാണ് നമ്മുടെ ഷാജി മാത്യു പാസ്റ്റർ പറയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നുള്ളത്. ഓക്കെ, അപ്പം 17 വലിയ സംഭവങ്ങൾ ഇപ്പം ദൈവം നേരിട്ടിടപെട്ടു ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി. ആ സംഭവങ്ങൾ കൂടെ 3 വലിയ സത്യങ്ങൾ ദൈവം ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഒന്നാമത്തെ സത്യം, ദൈവം തന്റെ ജനത്തെ കൈവിട്ടുവെന്നോ നെവർ, ഒരു നാളുമില്ല. അതാ ദൈവം ലോകത്തോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ സത്യം. ദൈവം ലോകത്തോട് തെളിയിക്കുന്ന രണ്ടാമത്തെ സത്യം, ഇവർ എൻ്റെ സ്വന്തം ജനമാ. നിങ്ങൾ ഇവരെ ആരാന്നാ വിചാരിച്ചത്? എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയാ. ഞാൻ അവരോട് അവരെൻ്റെ കവനന്റ് പീപ്പിളാണ്, ഉടമ്പടിയുടെ സന്തതികളാണ്. ആ ഉടമ്പടി നിലനിൽക്കുന്നത് കൊണ്ട് എനിക്കിവരെ തള്ളിക്കളയാൻ കഴിയത്തില്ല. ഇതാ ഈ 17 സംഭവങ്ങൾ കൂടെ ലോകത്തോട് ദൈവം പറയുന്ന രണ്ടാമത്തെ കാര്യം. ദൈവം ഈ 17 സംഭവങ്ങൾ കൂടെ ദൈവസഭയോട് പറയുന്നതാണ് മൂന്നാമത്തെ കാര്യം. എന്താ ദൈവസഭയോട് പറയുന്ന കാര്യം? തല ഉയർത്ത്, നിന്റെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നു, നിന്റെ മണവാളൻ വരാറായി, ഇവിടേക്ക് കയറി വരുവനെന്ന കാഹളനാദം നീ കേൾക്കാൻ ഇനി നാളുകൾ ഏറെയില്ല. ഈ 3 കാര്യങ്ങളാണ് ഞാൻ ഈ 17 സംഭവങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതില് ഒരു കാര്യം അവിടെ എടുത്ത് പറയാതെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. എന്താ എടുത്ത് പറയാതെ മനസ്സിലാക്കേണ്ടത്? ഈ 17 സംഭവങ്ങളും ഇപ്പോ നടക്കുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ്, 1000-2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് വിശുദ്ധ പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ ഇത് എഴുതി വെച്ചു. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ദൈവം തന്റെ വിശുദ്ധ തിരുവെഴുത്തുകളിൽ മുൻകൂട്ടി കണ്ട് എഴുതിയിട്ടുള്ളതല്ലാതെ ഒന്നും നടക്കുന്നില്ല ഈ ലോകത്തുള്ളതാണ്. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ കർത്താവിനാൽ സംഭവിക്കുന്ന കാര്യങ്ങളാ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ വളരെ ആശ്ചര്യകരമായ കാര്യമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്കിത് വളരെ അത്ഭുതകരമായ കാര്യമാണ് എന്ന് തോന്നാം. അപ്പൊ നമുക്ക് എവിടെയാണ് ഇത് തുടങ്ങാൻ പോകുന്നത്? നമുക്കിങ്ങനെ തുടങ്ങാം. ഈ ഇസ്രായേലിന് വേണ്ടി ദൈവം ഇസ്രായേലിനെ ഒരു ജാതിയായി തീർത്ത അന്ന് മുതൽ ദൈവം ഇസ്രായേലിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. യെശയ്യാ പ്രവചനം 37-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യം നമ്മൾ അവിടെ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്തെന്നറിയാമോ? ഒരു വാൾ ഊരാതെ, ഒരു വില്ല് കുലയ്ക്കാതെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതായ സംഭവം നമ്മളിവിടെ കാണുന്നുണ്ട്. ഈ യഹോശാഫാത്ത് എന്ന രാജാവ് ഭരിക്കുന്ന കാലത്തും ദൈവം ഇതേ കാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം യഹോശാഫാത്ത് ഒരു വലിയ യുദ്ധം നേരിടുമ്പോൾ 3 വലിയ രാജാക്കന്മാർ യഹോശാഫാത്തിനെതിരായിട്ട് വരുമ്പോൾ ദൈവം യഹോശാഫാത്തിനോട് പറഞ്ഞു, ഈ പടയിൽ നീ പൊരുതേണ്ട ആവശ്യമില്ല, ആവശ്യമില്ലെന്ന് ദൈവം യഹോശാഫാത്തിനോട് പറഞ്ഞപ്പം യഹോശാഫാത്ത് എന്നറിയാമോ? പെട്ടെന്ന് പോയി കുറെ സംഗീതക്കാരെയും വീണക്കാരെയും ഒക്കെ വിളിച്ചു. എന്നിട്ട് എൻ്റെ ഭാഷ പറഞ്ഞ ഗിറ്റാറും പിന്നെ ഈ വയലിനും
പിന്നെ കൊട്ടാനുള്ള സംഗതികളും തമ്പാറും ഡ്രമ്മും സൈഡ് ഡ്രമ്മും ഒക്കെ ആയിക്കൊണ്ട് ഇവർ യുദ്ധത്തിന് പോവുക. കേട്ടോ, 3 വലിയ രാജ്യങ്ങൾക്കെതിരെ യുദ്ധത്തിന് വേണ്ടി മ്യൂസിക് ഗ്രൂപ്പിനെ കൊണ്ട് പോവുക. യഹോശാഫത്ത് എന്ന രാജാവോ അവരുടെ മുമ്പിൽ നൃത്തം ചെയ്തുകൊണ്ട് പോവുക. സംഭവിച്ചെന്തുവാ? ഈ വന്ന രാജാക്കന്മാർ തമ്മിൽ ദൈവം ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ട് അവിടെ സംഭവിച്ചത് അവർ തമ്മിൽ അടിച്ചങ്ങ് പിരിഞ്ഞു. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിൽ അതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിക്കാവുന്നതാണ്. ഇതുപോലെയാണ് സെൻഹെരീബ് എന്ന വലിയ അസേറിയൻ രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കാൻ വന്നപ്പം ദൈവം ഒരു ദൂതനെ അയച്ചു, ഒറ്റയൊരു ദൂതനെ. എന്തുവാ സംഭവിച്ചത്? ആ ഒരു ദൂതൻ ചെന്ന് അശൂർ പാളയത്തിൽ ഒരൊറ്റയടി അടിച്ചു. ആ ഒറ്റയടി അടിച്ചുള്ളൂ. 1,85,000 ശക്തന്മാരെ കരുത്തന്മാരെ അശൂർ പടയാളികൾ പട്ടുപോയി. അശൂർ പടയാളികൾ പട്ടുപോയെന്ന് മാത്രമല്ല, ഈ ശവം കൊണ്ട് കുഴിച്ചിടാൻ പോലും ആളില്ല. അശൂർ ഈ പടയാളികളുടെ ശവം കൊണ്ട് കുഴിച്ചിടാൻ പോലും ആളില്ല. ശവം കുഴിച്ചാടുമ്പോൾ ആളിനെന്തെന്നറിയാമോ? അവിടെ കിടന്ന് മുഴുവൻ മണ്ണിനടിയിലങ്ങായി അങ്ങനെ കിടക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബാബു സാർ കഥ പറയാൻ നല്ല മിടുക്കനാ, എല്ലാം കഹാനിയില്ലയോ ബാബു സാറേ, കഥയില്ലയോ എന്ന്. തെളിവ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും ഒരു പ്രാവശ്യം കൊണ്ട് പറയാൻ പോവാ. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിയോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു പ്രൊഫസർ ഡോക്ടർ ഡേവിഡ് റോൾസ് ഉണ്ട്. ഡേവിഡ് റോൾസ് ദൈവവിശ്വാസിയല്ല. പക്ഷേ ഈ ഏൻഷ്യന്റ് ഹിസ്റ്ററി പഠിപ്പിക്കുന്ന എല്ലാം യഹൂദനും ദൈവം എന്ന് പറയുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ കഥയാണോ ശരിയോ എന്നറിയുന്നതിന് വേണ്ടി ഡേവിഡ് റോൾസ് എന്ന പ്രസിദ്ധനായ റിസർച്ചർ അവധിയെടുത്ത് ഒരു യാത്ര നടത്തി. ഈ നാടുകൾ മുഴുവൻ യാത്ര ചെയ്ത് റിസർച്ച് ചെയ്ത് വന്നപ്പോൾ എന്നറിയാമോ, ദാണ്ട കിടക്കുന്നു ഒരു വലിയ വാരി, ഒരു താഴ്വര യെരുശലേം നഗരത്തിന് ചേർന്ന്. ഒഴിച്ചു നോക്കിയപ്പം മുഴുവൻ ഇവിടുത്തുകാരല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇവിടുത്തുകാരല്ലാത്ത, അതും പുരുഷന്മാർ മാത്രം. റിസർച്ച് ചെയ്തു, കാർബൺ ടെസ്റ്റ് ഒക്കെ ചെയ്തു. കാർബൺ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോഴാണ് വിശുദ്ധ വേദോസത്തിൽ പറഞ്ഞിരിക്കുന്ന 1,85,000 അശൂർ പടയാളികളുടെ ശവശരീരത്തിന്റെ ബാക്കി കിടക്കുന്നതാണ് ഈ കണ്ടെന്ന് മനസ്സിലായത്. ഇന്നും ഈവൻ ഇൻ മോഡേൺ വാർസ് വിത്ത് ഫൈറ്റർ ജെറ്റ്സ്, ടാങ്ക്സ്, റോക്കറ്റ്സ് ആൻഡ് സൈബർ അറ്റാക്സ്, കേട്ടോ, ഈ പറഞ്ഞതൊക്കെ കൊണ്ട് ദൈവം തൻ്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി പ്രവർത്തിക്കുന്നത് മനുഷ്യന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വിശദീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. കോയിൻസിഡൻസ് ആണോ, അതോ സ്ട്രാറ്റജിയാണോ, അതോ ദൈവത്തിൻ്റെ കരമാണോ? കോയിൻസിഡൻസ് ആണോ, സ്ട്രാറ്റജിയാണോ, ദൈവത്തിൻ്റെ കരമാണോ? ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന 17 മൊമെന്റ്സ്, സംഭവങ്ങൾ മോഡേൺ വാർ ഹിസ്റ്ററിയിൽ ഇസ്രയേലിന് വേണ്ടി ദൈവം ചെയ്തത് അത്ഭുതകരമാണ്. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ദൈവം എന്തുകൊണ്ടാണ് ഇസ്രയേലിനെ കാത്തു പരിപാലിക്കുന്നതെന്ന് അത്ഭുതകരമായി നിങ്ങൾ ചിന്തിച്ചു പോയേക്കാം. ഇനി ഞാൻ പറയും, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17 എഴുതാം. ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ഉണ്ടോ എന്ന് പറയുന്നത്, ഡ്രോൺസ് ഉപയോഗിച്ച് ഇസ്രയേൽ തന്റെ ശത്രുക്കളെ ആക്രമിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞിടയ്ക്ക് എന്ന്
2023 ആരംഭിച്ച യുദ്ധമാണ്. നമുക്ക് അവിടെ ദൈവം പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ഡിവൈൻ പ്രിസിഷൻ അല്ലെങ്കിൽ കൃത്യനിഷ്ഠയോട് സൂക്ഷ്മതയോടുകൂടി ഉള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയാം. 2025 2020 നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഈ വർഷം, ഈ following Iran's massive missile attack on Israel, the world held its breath. ഇറാന് അതിഭയങ്കരമായൊരു മിസൈൽ അറ്റാക്കാണ് ഇസ്രയേലിന് വേണ്ടി ചെയ്തത്. ഇത് കേട്ടവരും കണ്ടവരും ഒക്കെ ഉണ്ടല്ലോ, വരണ്ടുപോയി. ഇസ്രയേല് അതിനോട് പ്രതികരിച്ചതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറയുന്ന അവരുടെ യുദ്ധതന്ത്രം. എ ഡെയറിംഗ് ആൻഡ് ഹൈ റിസ്ക് കൗണ്ടർ അറ്റാക്ക് ഡീപ്പ് ഇൻസൈഡ് ഇറാനിയൻ ടെറിട്ടറി. അവിടെ നോക്കിക്കോണേ, 2000 മൈൽ അപ്പുറത്തുള്ള ഇറാന്റെ ടെറിട്ടറിയിൽ പോയി ഇസ്രയേൽ തിരിച്ചൊരു കാച്ചി. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഓൺ പേപ്പർ it should have been a disaster. ഇനി ഇതിനെപ്പറ്റി കണ്ടൊരു വാർത്ത എഴുതാമെന്നിരിക്കട്ടെ. എഴുതാവുന്ന ഇത്രയേ ഉള്ളൂ, ഇതൊരു മഹാദുരന്തമായിട്ട് മാറും ഇസ്രയേലിൽ നിന്ന്. എന്തുകൊണ്ട്? 2000 മൈലുണ്ട് ഇവിടുന്ന്. വേറെ പ്രത്യേകത, ഇറാൻ സൈന്യം മുഴുവൻ അവരുടെ ആകാശത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. Nearly 900 military and nuclear linked targets inside Iran. ഇറാന്റെ അകത്ത് 90 ന്യൂക്ലിയർ ടാർഗറ്റ്സ്, 90 മിലിറ്ററി ടാർഗറ്റ്സ്. നോക്കിയേ, 900 മിലിറ്ററി ടാർഗറ്റ്സും ന്യൂക്ലിയർ ലിങ്ക് ടാർഗറ്റ്സും ഇറാന്റെ നടുക്ക്, രാജ്യത്തിന്റെ നടുക്ക് പോയി ഇസ്രയേലിന് നശിപ്പിക്കണം. ഈ അറ്റാക്കിന് ഇസ്രയേലിന്റെ പേരാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നുള്ളത്. Hundreds of stories, or 1,100 drones, fighter jets, stealth units, cyber teams moved in perfect harmony. ലോക യുദ്ധ ചരിത്രത്തിൽ ഇന്ന് വരെ 1100 ഡ്രോണുകൾ, ഫൈറ്റർ ജെറ്റുകൾ, സൈബർ ടീം, ഓക്കെ, ഒരു ആശയക്കുഴപ്പമില്ലാതെ പെർഫെക്റ്റ് ഹാർമണിയിൽ 2000 മൈലുകൾ യാത്ര ചെയ്യുകയാണ്. ലോക ചരിത്രത്തിൽ, യുദ്ധ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എത്ര എണ്ണം? 1100 ഡ്രോൺസും അതിൻ്റെ കൂടെയുള്ള ഫൈറ്റർ ജെറ്റ്സും അതിൻ്റെ കൂടെയുള്ള സ്റ്റെൽത്ത് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കണ്ണിനോ ക്യാമറയ്ക്കോ കാണാൻ കഴിയത്തില്ല. ഈ കക്ഷികൾ ഒറ്റ ഹാർമണിയിൽ ഒരു യൂണിറ്റ് പോലെ 2000 മൈൽസ് യാത്ര ചെയ്യാം. ഇതോ ഒരു മനുഷ്യനും പ്രതീക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 1100 ഡ്രോൺസ് പറന്നിട്ട് അതിൽ ഒരെണ്ണം പോലും അപകടത്തിൽപ്പെട്ടില്ല. ഒരെണ്ണത്തെ വെടിവെച്ച് താഴെയിട്ടില്ല. ഒരെണ്ണം പോലും അവരുടെ ലക്ഷ്യം തെറ്റിച്ചില്ല. ഒരു പൈലറ്റിന് പോലും ഒരു പോറലേറ്റില്ല. മിഷൻ മുഴുവനും സക്സസ്ഫുൾ ആയി. ഇത്രയും മിഷൻ സക്സസ്ഫുൾ ആയപ്പോ പിറ്റേ ദിവസം ഇത് കേട്ട വേൾഡ് മീഡിയ, വെസ്റ്റേൺ അനലിസ്റ്റ് ഉണ്ടല്ലോ, അവരെന്താ പറഞ്ഞറിയാമോ? മിലിറ്ററി ലോജിക്കിന് ഇത് മനസ്സിലാകത്തില്ല. മിലിറ്ററി ലോജിക് എന്ന് പറയുന്ന കാര്യത്തിന് ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തില്ല. എങ്ങനെയാണ് ഈ 1100 ഡ്രോൺസ് പോയി ഒരു യൂണിറ്റ് പോലും പോയി പ്രവർത്തിച്ച് ഈ 900 ടാർഗറ്റ്സ് അറ്റാക്ക് ചെയ്തിട്ട് ഒരാൾക്ക് പോലും ഒരു രോമത്തിന് പോലും കേടുവരാതെ അവർ തിരിച്ചു വന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിക്കും? വിശുദ്ധ വേദപുസ്തകത്തിൽ ചോദിച്ചാൽ പറയും, ഇത് യഹോവയാൽ സംഭവിച്ചു,
നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. As one commander put it, ഒരു മിലിറ്ററി കമാൻഡർ പറഞ്ഞത്, everything could have gone wrong, but nothing did. ഈ പ്ലാൻ മുഴുവൻ പരാജയപ്പെടാമായിരുന്നു, പക്ഷെങ്കിൽ ഒരു പ്ലാൻ പോലും പരാജയപ്പെട്ടില്ല. എവറി സിസ്റ്റം ലൈൻഡ് അപ്പ്, സിസ്റ്റംസ് മുഴുവൻ ലൈൻഡ് അപ്പ് ആയി. എവറി വിൻഡോ ഓപ്പൺഡ്, ഓരോ ജനാലയും തുറക്കേണ്ട സമയത്ത് തുറന്നു. അറ്റ് ദി എക്സാക്ട് സെക്കൻഡ് വി നീഡഡ് ഇറ്റ്, ഏത് സെക്കൻഡിലാണോ തുറക്കേണ്ടത് ആ സെക്കൻഡിൽ അത് തുറന്നു. ദാറ്റ്സ് നോട്ട് ജസ്റ്റ് ട്രെയിനിങ്, അത് ട്രെയിനിങ്ങിൻ്റെ ഗുണമല്ല, പിന്നെ സംതിങ് ഹയർ, മനുഷ്യൻ്റെ ട്രെയിനിങ്ങിന് കൊണ്ട് നേടാൻ കഴിയുന്നതിന് അപ്പുറമായ ഉന്നതമായ ഒന്നുണ്ട്. ഈവൻ ഇസ്രയേൽസ് എനിമീസ് വർ സ്റ്റൺഡ് ബൈ ദ സൈലൻസ് ആൻഡ് സ്പീഡ് ഓഫ് ദ സ്ട്രൈക്ക്. ഇവരുടെ ആ സ്പീഡ് ഓഫ് ദ സ്ട്രൈക്ക് ഉണ്ടല്ലോ, ആക്രമണത്തിൻ്റെ വേഗത, അതിൻ്റെ നിശബ്ദത, ഇസ്രായേലിലെ ശത്രുക്കൾ പോലും വിരണ്ടുപോയി. They never saw it coming until it was over. വന്ന് ഈ 900 അടിച്ച് തകർത്ത് കഴിയുമ്പോഴാണ് തകർന്നല്ലോ എന്ന് അവർക്ക് പോലും മനസ്സിലായത്. ചിലർ പറഞ്ഞു, ഇസ്രായേലിന്റെ എന്തോ ബുദ്ധിയാ. പക്ഷെ മറ്റു ചിലർ പറഞ്ഞു, ഇത് മാനുഷിക ബുദ്ധിയല്ല, ഇത് മുകളിലൊരാൾ ഇരിപ്പുണ്ട്, അവിടുത്തെ ബുദ്ധിയാണെന്ന്. Those who believed in the scriptures were reminded of Exodus 14:14. വിശുദ്ധ തിരുവെഴുത്തുകൾ വിശ്വസിക്കുന്നവര് എന്ത് കണ്ടു? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം കണ്ടു. എന്താ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ? യഹോവ തന്നെ ഇസ്രയേലിന് വേണ്ടി യുദ്ധം ചെയ്യും. You need only to be still. നിങ്ങൾ മിണ്ടാതിരിക്കുക, ദൈവമാണ് തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതെന്ന്. And that's exactly what seemed to happen in Operation Rising Lion. Operation Rising Lion എന്ന യുദ്ധത്തിൽ അതാണ് നമ്മൾ കണ്ടത്. അവിടെ എയർ സുപ്പീരിയോറിറ്റി അല്ല, ഹെവൻലി പ്രിസിഷൻ, കൃത്യതയോടുകൂടി ദൈവം കാര്യങ്ങൾ ചെയ്തതാണ്. ഒന്നാമത്തത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ. ഇനി ഞാൻ രണ്ടാമത്തെ പറയാൻ പോവാണ്. രണ്ടാമത്തതിന് 1948 വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. 1948 ഇസ്രയേലിന്റെ സ്വാതന്ത്ര്യ സമരം യുദ്ധം. അന്ന് സംഭവിച്ചത്, ബുള്ളറ്റ്സ് ദാറ്റ് ഷുഡ് ഹാവ് ഹിറ്റ് ബട്ട് ഡിഡ്ന്റ്. യുദ്ധത്തിൽ ചെന്ന് കൊള്ളേണ്ടതായ ബുള്ളറ്റുകൾ, വെടിയുണ്ടകൾ ചെന്നു കൊണ്ടില്ല. ഇസ്രായേൽ സൈന്യത്തെ നോക്കി ശത്രു സൈന്യം വെടിവെക്കുന്നു. എങ്ങനെ? പോയിന്റ് ബ്ലാങ്കിൽ വെടിവെക്കുക. പക്ഷെ വെടിയുണ്ട വേറെ അങ്ങോട്ടങ്ങ് പോയി. നമുക്ക് ഈ മിറക്കിളിനെ എന്ത് പറയാം? ഡിവൈൻ പ്രൊട്ടക്ഷൻ എന്ന് പറയാം, ദൈവിക സംരക്ഷണം എന്ന് പറയാം. 1948 ഇസ്രയേൽ എന്ന സ്റ്റേറ്റ് ഫോം ചെയ്ത് ഒറ്റ ദിവസം കഴിഞ്ഞപ്പം 5 അറബ് രാജ്യങ്ങൾ, ഈജിപ്റ്റ്, യോർദാന്, സിറിയ, ലെബനൻ, ഇറാഖ്. ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, ലെബനൻ, ഇറാഖ്, 5 ഒരുമിച്ച് വരുന്നത് ഒറ്റ ദിവസം പ്രായമായ ഒരു രാജ്യത്തിന് യുദ്ധം ചെയ്യാൻ. യഹൂദന്മാർക്കന്ന് പട്ടാളമില്ല, എയർഫോഴ്സ് ഇല്ല, ഇന്റർനാഷണൽ സപ്പോർട്ടില്ല. ആരെ യഹൂദന്മാര്? അത്രയും നാൾ ലോകത്ത് കാണുന്ന നടന്ന് റെഫ്യൂജി, അഭയാർത്ഥികൾ, ഹോളോകോസ്റ്റിൽ നിന്ന് ഓടി വരുന്നവര്. എന്തോ ഉള്ളു കയ്യില്? അവരുടെ കയ്യിൽ കണ്ടം ചെന്ന 1-2 റൈഫിളുകളും വീട്ടിലെ അടുപ്പില് തീ പുകഞ്ഞെടുത്ത് വെച്ചുണ്ടാക്കിയ പിച്ചാത്തിയും വാക്കത്തിയും ഒക്കെ ഉള്ളു കയ്യില്. എന്നാണ് ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു അത്ഭുതം നടന്നത്. ഇവിടെ വെച്ച്
ഗൂഷ് എറ്റ്സൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, GUSH ഗൂഷ്, ETSION ഗോഡ് HCN, ഗൂഷ് HCN എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു വലിയ അത്ഭുതം നടന്നു. A group of Jewish fighters were surrounded and outnumbered 20-1. എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ഇസ്രയേലി സൈന്യങ്ങളെ ശത്രുക്കൾ വളഞ്ഞു. അതായത് ഇസ്രയേൽ സൈന്യത്തിന്റെ 20 ഇരട്ടി. ഒരു ഇസ്രയേൽ പട്ടാളത്തിന് എതിരായി 20 ശത്രു സൈന്യം. 20:1. ശത്രുക്കളുടെ എണ്ണം 20 ആണെങ്കിൽ ഇസ്രയേൽ ഒരെണ്ണം. ആലോചിച്ച് നോക്കിയേ. The Arabs were heavily armed as they fought to the last bullet. ആരബ്സോ ഇഷ്ടംപോലെ ആയുധങ്ങൾ കൊണ്ട് വന്നിരിക്കുകയാണ്. ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്ത ചില ഡിഫൻഡേഴ്സ് പറയുന്നത്, many of the enemy's bullets missed them entirely. ഇങ്ങനെ നേരെ നോക്കി വെടിവെക്കുക ആരബ്സ് ഇസ്രായേലിനെ. പോയിന്റ് ബ്ലാങ്കില. പക്ഷെങ്കിൽ വെടിയുണ്ട വേറെ അങ്ങോട്ടങ്ങ് പോവുക. ചേട്ടാ, ഇവന്റെ നെഞ്ചത്തോടെ വെടിവെക്കുന്നത്. വെടിയുണ്ട വേറെ അങ്ങോട്ടങ്ങ് പോവുക. വേറെ സ്ഥലത്ത് വെച്ച് a single Jewish soldier with a machine gun held off an entire Arab platoon by constantly changing position. ഒരു വലിയ ആരബ് സൈന്യം മുഴുവനും എതിരെ ഒരു പട്ടാളക്കാരൻ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു പട്ടാളക്കാരൻ ഇത്രയും പേര് ഇവനെ വെടിവെക്കുക. ഇവരെന്തിന് ഓരോ പ്രാവശ്യം ഒഴിയും. ഒരു വെടി ഇവന് കൊള്ളുന്നില്ല. ഇതിനെപ്പറ്റി the enemy later claimed they thought they were facing an entire battalion. ഇതിനെപ്പറ്റി ആരബ് സൈന്യം പിന്നെ പറഞ്ഞത്, ഞങ്ങൾ വിചാരിച്ചു ഒരു വലിയ ഇസ്രായേൽ സൈന്യം അവിടെ നിൽക്കുകയാണെന്ന്. ഒരുത്തനേ ഉള്ളൂ. അവർ വിചാരിച്ചു ഒരു വലിയ സൈന്യം നിൽക്കുകയാണെന്ന്. എന്താ അവർക്ക് അങ്ങനെ തോന്നാൻ കാര്യം? Was it just luck or was it like Psalms 91 said? അത് ഇസ്രായേലിന്റെ ലക്കാണോ അതോ 91-ാം സങ്കീർത്തനത്തിന്റെ നിവർത്തീകരണമാണോ? ശ്രദ്ധിച്ചോണം. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരത്തില്ല. But 3 Iranian missiles, barrages, unbroken defense shields, miracle type divine protection through technology. 3 ഇറാനിയൻ മിസൈൽസ്, ഒരാൾക്കും തകർക്കാൻ കഴിയാത്ത ഡിഫൻസ് സിസ്റ്റം. വല്ല ഗുണമുണ്ടായോ? ഒരു ഗുണം ഉണ്ടായില്ല. ഇനി ഞാൻ 3ാമത്തെ മിറക്കിൾ പറയാൻ പോവാണ്. ദ തേർഡ് മിറക്കിൾ. 2024 ഈ കഴിഞ്ഞ കൊല്ലം, ഈ വർഷം ഇറാൻ ലോഞ്ച്ഡ് what many called one of the largest direct attacks on Israel in modern history. മോഡേൺ ഹിസ്റ്ററിയിൽ ഇന്ന് വരെ കേട്ടതിൽ ഏറ്റവും വലിയ നേരിട്ടുള്ള ആക്രമണം, മിസൈൽ ആക്രമണം ഇറാൻ ഇസ്രായേലിനെതിരായിട്ട് വിട്ടു. 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈൽസ്, ക്രൂയിസ് മിസൈൽസ്, ഡ്രോൺസ്, അതെല്ലാം ഇസ്രായേൽ പട്ടണങ്ങളിലായിട്ട് അങ്ങനെ വിടുകയാണ്. എന്തിന്? ഇസ്രായേൽ എന്ന രാജ്യം ഇത്രയും മിസൈൽ കാണുമ്പോഴത്തേക്ക് തളർന്നു പോവും. അപ്പൊ അവരുടെ മണ്ടയ്ക്ക് അധികാരം കേൾക്കാം. ഒരുപാട് ലക്ഷക്കണക്കിനായി ഇസ്രായേലിലെ കൊന്നുകളയാം എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇവന്മാർ മിസൈലെല്ലാം വിടുന്നത്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇൻസ്റ്റഡ് സ്റ്റാൻഡ് മിലിറ്ററി ഒബ്സർവേഴ്സ് അറൗണ്ട് ദ വേൾഡ്. പക്ഷെങ്കിൽ മിലിറ്ററി ഒബ്സർവേഷൻ ചെയ്യുന്ന ആളുകൾ അത്ഭുതപ്പെടുന്ന കാര്യമാണ് പിന്നെ കണ്ടത്. എന്നറിയാമോ? ഇസ്രായേൽസ് മൾട്ടി ലെയർഡ് മിസൈൽ ഡിഫൻസ്, Iron Domes, David Sling, Arrow 2 and Arrow 3 intercepted nearly 90% of incoming threats. ഇസ്രായേലിന്റെ അയൺ ഡോം, ഡേവിഡ് സ്ലിംഗ് എന്ന് പറയുന്നത്
അതിൻ്റെ ആരോ 2, ആരോ 3 എന്ന് പറയുന്ന കക്ഷികൾ ഈ വന്ന പുള്ളിക്കാരന്മാരിൽ 90% തകർത്ത് കളഞ്ഞു. 90% തകർത്ത് കളഞ്ഞു. നോക്കിയേ, hundreds of deadly projectiles and barely a handful got through. 100 കണക്കിന് മാരകമായ ആയുധങ്ങൾ, മിസൈൽ വന്നിട്ട് കുറച്ചെണ്ണം മാത്രമേ ഇങ്ങി വരെ വരാൻ കഴിഞ്ഞുള്ളൂ. ഇനിയും not only did these systems perform under extreme pressure, but many Israeli civilians reported last-minute changes in routes, delays, or alerts that kept them out of arm's way. ഈ 10% ഇങ്ങ് വന്നവരുണ്ടല്ലോ, അവർക്ക് പറ്റിയ കുഴപ്പമെന്നറിയാമോ? ഈ ഡ്രോൺസ് വഴി തെറ്റിപ്പോയി. അവർ എങ്ങോട്ടാണ് വിട്ടത് അങ്ങോട്ടല്ല അവർ ചെന്നത്. എങ്ങോട്ട് വിട്ടു അങ്ങോട്ട് പോയില്ല. One missile was headed towards a major apartment complex in Tel Aviv. ടെൽ അവീവിലെ ഒരു പ്രധാന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലേക്കാണ് ഒരു മിസൈൽ വന്നത്. പക്ഷേ അവൻ അവിടെ ചെന്ന് പതിക്കുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപ് a sudden shift in the trajectory sent it crashing into an open lot instant. പുള്ളി വരിക ഇതൊന്ന് ഇടിക്കാനായിട്ട്, ഇടിക്കാനിങ്ങോട്ട് വരികയും ഇടിക്കാറാകുകയും ആരോ വന്ന് ഇവൻ്റെ തട്ട് കൊടുത്തു. ആരും ഉറങ്ങുന്നില്ലെന്നേ വിശ്വസിക്കുന്നത്. അത് ഉറങ്ങാണോ? ഒരു വലിയ പ്രതീക്ഷയിൽ മിസൈൽ കെട്ടത്തിൽ ഇടിക്കാൻ വരിക, കെട്ടത്തിൽ ഇടിക്കാൻ വരിക, ഇടിക്കാൻ അങ്ങോട്ട് തൊട്ടപ്പോഴത്തേക്ക് ഒരു തട്ട് കൊടുത്തു ആരോ വന്നു. ഈ പുള്ളി എന്ത് ചെയ്തു? അവിടുന്ന് വഴി തെറ്റി വേറെടുത്ത് പോയി ഇടിഞ്ഞ് വീണു. മറ്റൊരു ഡ്രോണോ, ഇറാന്റെ GPS അതിനെ നയിക്കുക. അപ്പോൾ GPS ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം GPS-ന്റെ കൺട്രോൾ അങ്ങ് പോയി. പാതിരാത്രിക്ക് എന്താ പറ്റിയത്? ഒരപകടവും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇവൻ പൊട്ടി വീണ് അവൻ്റെ കഴിയും കഥയും തീർന്നു. മിലിറ്ററി എക്സ്പേർട്സ് ഇതിനെ എന്താ വിളിക്കുന്നറിയാമോ? ഓൾമോസ്റ്റ് ടു പെർഫെക്റ്റ്, ടു കോർഡിനേറ്റഡ്, ടു ഫാസ്റ്റ്. ഭയങ്കര പെർഫെക്റ്റാ, ഭയങ്കര കോർഡിനേറ്റഡ് ആണ്, ഭയങ്കര ഫാസ്റ്റാ, പക്ഷേ സംഗതി ഒത്തില്ല. Even United States call it one of the most successful missile defense ever recorded. ലോകത്തിൽ ഇന്ന് വരെ റെക്കോർഡ് ചെയ്ത ഏറ്റവും വലിയ മിസൈൽ ഡിഫൻസ് ആയിരുന്നു, പ്രതിരോധമായിരുന്നത്. ബട്ട് ഫോർ മെനി ഇൻ ഇസ്രയേൽ ഇറ്റ് വാസ് മോർ ദാൻ ടെക്നോളജി. ഇസ്രയേലിലെ ആൾക്കാർക്കറിയാം അത് വെറും ടെക്നോളജി മാത്രമല്ല. യെശയ്യാ പ്രവചനം 54-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. യെശയ്യാ പ്രവചനം 54-ന്റെ 17 എഴുതിക്കോണം. യെശയ്യാവ് 54-ന്റെ 17. ഇത്രയും മിസൈൽസ് വന്നിട്ട് ഒന്നും എന്താ ഫലിക്കാതെ പോയത്? മിസൈൽ വന്ന് ഇന്നാ കേട്ടോ. ഈ മിസൈൽ വരുന്നതിന് 2700 വർഷം മുമ്പ് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചു. എന്തോ തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത്? നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. 600 മിസൈൽസ് ആകാശത്ത് നിന്ന് മഴ പോലെ പെയ്യാൻ നിൽക്കുക. നമുക്കൊരു കാര്യം ചോദിക്കാം, ഈസ് ദാറ്റ് ജസ്റ്റ് എൻജിനീയറിംഗ് ഓർ ഡിവൈൻ ഷീൽഡിങ്? ഈ 600 മിസൈൽസിൽ ഒരെണ്ണത്തിന് ഇസ്രയേൽ തൊടാൻ ഒത്തില്ലെങ്കിൽ അത് എൻജിനീയറിങ്ങിൻ്റെ മികവാണോ അതോ ഡിവൈൻ ഷീൽഡിംഗ് ആണോ? ദൈവം പരിപാലിച്ചതാണോ? ഇനി 4-ാമത്തെ സംഭവം, ഇൻസിഡന്റ് നമ്പർ 4, 1948-ലാണ് മിസ്റ്റീരിയസ് ഈജിപ്ഷ്യൻ റിട്രീറ്റ് എന്ന് പറയാം. മിസ്റ്റീരിയസ് ഈജിപ്ഷ്യൻ റിട്രീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ദുരൂഹമായ ഈജിപ്തുകാരുടെ പിന്മാറ്റം. ദുരൂഹ സാഹചര്യത്തിൽ ഈജിപ്തുകാർ പിന്മാറി. നമ്മൾക്ക് എന്തിനാ പറയുന്നത്? ഇതിന് മിറക്കിൾ ടൈപ്പ് ഡിവൈൻ കൺഫ്യൂഷൻ എന്ന് പറയും.
ദൈവം ശത്രുക്കളുടെ ഇടയിൽ ആശയക്കുഴപ്പമായിരിക്കും. ദൈവം ശത്രുവിനെ ഭ്രമിപ്പിച്ചു കളയും. നിനക്കെതിരായി വരുന്ന ശത്രുവിനെ സ്വർഗസ്ഥനായ ദൈവം ഭ്രമിപ്പിച്ചു കളയും. ഇനി at the southern front, Egypt forces were advancing on Tel Aviv. 1948 ഇസ്രായേലിന്റെ ഏറ്റവും തെക്കേ സൈഡിൽ നിന്ന് ഈജിപ്തിന്റെ വലിയൊരു സൈന്യം ടെൽ അവീവിലേക്ക് വരികയാണ്. എന്താ പറ്റിയത്? The Jewish defenders had no tanks. യഹൂദന്മാർക്കോ ടാങ്കുമില്ല, 2-3 ജീപ്പും ഒക്കെ ഉള്ളൂ. But suddenly the Egyptians stopped, turned around and retreated. നോക്കിയോണേ, എത്രയോ ആയിരക്കണക്കിനായ സൈന്യം ഈജിപ്തിന്റെ വലിയ ടാങ്കുമായിട്ട് വരിക. ഈ ഇസ്രായേലിന്റെ 3-4 ജീപ്പേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിക്കുക, ടാങ്കും കൊണ്ട് വരുമ്പം ജീപ്പ് എന്തോ ചെയ്യാനാ? പാണ്ടിലോരുടെ മുമ്പിൽ തവള മസിൽ പിടിച്ചിരിക്കുമ്പോഴല്ല ഉള്ളൂ. പെട്ടെന്ന് ഈജിപ്ഷ്യൻസ് അങ്ങ് നിന്നു. ക്വിക്കായിട്ട് നിൽക്കുക മാത്രമല്ല, ഇവർ നേരെ തിരിഞ്ഞോടുക. ഇവരെന്തറിയാമോ? ഓടിച്ചിട്ട് ഒരു ഈജിപ്ഷ്യൻ ഓഫീസറെ പിടിച്ചു. പിടിച്ചു. അവൻ 2 അടിയും കൊടുത്തിട്ട് എന്താണ് തിരിഞ്ഞു പോകാൻ കാര്യം ചോദിച്ചു. അവൻ പറഞ്ഞു, we saw legions of white-clad soldiers descending from hills. ഞങ്ങള് ഒരു വലിയ വെള്ളവസ്ത്രധാരികളായ പടയാളികൾ ദാ പർവ്വതങ്ങളിൽ നിറങ്ങി വരുന്നു ഞങ്ങൾക്കെതിരായി. മനസ്സിലെ? ഇതിൻ്റെ ഇടയ്ക്കുള്ള സീനായി പർവ്വതം. സീനായി പർവ്വതത്തിൽ ആരിറങ്ങി വരുന്നു? ഒരു വലിയ വെള്ളവസ്ത്രധാരികളായ പടയാളികൾ ഇറങ്ങി വരുന്നു. ഇത് കണ്ട് ഞങ്ങൾ വരണ്ടെന്ന് പറഞ്ഞ് ആശയക്കുഴപ്പത്തിലായി പോയെന്ന് പറഞ്ഞു. We thought they were angels. ഞങ്ങൾ വിചാരിച്ചു ദൂതന്മാരാണോ? Multiple Arab soldiers described seeing a supernatural army protecting the Jews. ഒരു സൂപ്പർ നാച്ചുറൽ ആർമി യഹൂദനെ സംരക്ഷിക്കുന്നതാണ് അന്നവർ കണ്ടത്. നോ എക്സ്പ്ലനേഷൻ, വിശദീകരണമില്ല. ജസ്റ്റ് ഫിയർ ആൻഡ് ത്രെട്ട്. ഭയപ്പെട്ട് തിരിഞ്ഞോടി, അത്രയേ ഉള്ളൂ. ഇനി 5ാമത്തെ ഇൻസിഡന്റ് പറയാൻ പോവാണ്. 1967 6th Day വാറിൽ ദ ലൈറ്റ്നിങ് സ്ട്രൈക്ക് വിക്ടറി എന്ന് പറയാം. മിറക്കിൾ ടൈപ്പ് ഡിവൈൻ സ്പീഡ്, ദൈവത്തിൻ്റെ ദിവ്യമായ വേഗത. In June 1967, Israel faced annihilation. 1967 ജൂണിൽ ഇസ്രയേൽ നേരിടുന്നത് സർവനാശം. ഇസ്രയേൽ രാജ്യം അന്ന് തീരാൻ ഇല്ലാതാൻ പോവുക എന്ന് ജൂൺ 1967. ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ, ഇത്രയും പേരാ ഇസ്രയേലിനെ വളഞ്ഞിരിക്കുന്നത്. എങ്ങനെ? 5 ലക്ഷം പടയാളികൾ, 900 ടാങ്കുകൾ, 450 എയർക്രാഫ്റ്റ്. ആകെപ്പാടെ ഈ ചെറിയ ഓലക്കീറ് പോലുള്ള ഒരു ഇസ്രയേൽ. മനസ്സിലായി? ഓലക്കീറ് പോലുള്ള ഒരു ഇസ്രയേൽ. ഓലക്കീറ് പോലെ കിടക്കുന്ന ഇസ്രയേലിനെതിരായിട്ടാണ് ആരൊക്കെ വന്നിരിക്കുന്നത്? ഈജിപ്റ്റ്, സിറിയ, ജോർദാൻ. 5 ലക്ഷം പട്ടാളക്കാർ. അതിൻ്റെ 10 വേണ്ട ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ. 90 ടാങ്ക്, 10 ടാങ്കിൻ്റെ ആവശ്യമില്ല. 450 എയർക്രാഫ്റ്റ്, 45 എയർക്രാഫ്റ്റിൻ്റെ ആവശ്യമില്ല. അങ്ങനെ വന്നിരിക്കുന്നത്. ഇൻ ജസ്റ്റ് 6 days ഇസ്രയേൽ crushed them all. വെറും 6 ദിവസം കൊണ്ട് ഇവനെ മുഴുവൻ ഇല്ലാതാക്കി. അതാ മിറക്കിൾ. On the first morning, Israel launched Operation Focus, a surprise air strike. യുദ്ധം തുടങ്ങുന്ന അന്ന് കൊച്ചുവെളുപ്പാങ്കാലത്തെ ഓപ്പറേഷൻ ഫോക്കസ് വേണമെങ്കിൽ എഴുതിയെടുക്കാം. ഓപ്പറേഷൻ ഫോക്കസ്
ഓപ്പറേഷൻ ഫോക്കസ്. യുദ്ധം തുറക്കുന്ന അന്ന് കൊച്ചുകുളപ്പങ്കാലത്ത് ഇസ്രയേൽ ചെയ്തതാണ് ഓപ്പറേഷൻ ഫോക്കസ്. അവർ എയർ സ്ട്രൈക്ക് ആയിരുന്നു. 3 മണിക്കൂർ ഈജിപ്തിൻ്റെ മുഴുവൻ എയർഫോഴ്സിനും തകർത്ത് കളഞ്ഞു. ഈജിപ്തിൻ്റെ മുഴുവൻ എയർഫോഴ്സും, അവരുടെ മുഴുവൻ പ്ലെയിൻസും ഇല്ലാതായി. ഒരൊറ്റ പ്ലെയിൻ പോലും ഈജിപ്തിൽ നിന്ന് പൊങ്ങാൻ പറ്റിയില്ല. അങ്ങനെയൊന്ന് പറയാൻ കേട്ടോ. ഈജിപ്ത് എന്തെന്നറിയാമോ? നാളെ രാവിലെ യുദ്ധം തുടങ്ങത്തുള്ളൂ അല്ലേ? അപ്പം നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. ഞങ്ങൾ ഈ തിരുവനന്തപുരത്തുകാർക്കൊരു പറച്ചിലുണ്ട്, നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ലല്ലോ കേട്ടോ. ട്രിവാൻഡ്രത്തിൻ്റെ അങ്ങനത്തെ സിറ്റിയുടെ ഒരു ഭാഗമാണ് കിഴക്കേക്കോട്ട എന്ന് പറയും. ഒരു ചെറിയ ചാറ്റുമഴ വന്നാൽ മതി, അത് മുഴുവൻ വെള്ളത്തിനടിയിലാവും. ഇച്ചിരി കിളന്ന സ്ഥലമാണ് പാളയം. അവിടെ എത്ര വെള്ളം പൊങ്ങിയ മഴ പെയ്താലും വെള്ളം പൊങ്ങത്തുമില്ല. അപ്പോൾ തിരുവനന്തപുരത്തെ പറച്ചിലാണ്, എടാ കിഴക്കേക്കോട്ട വെള്ളം പൊങ്ങിയെന്ന് പറഞ്ഞ് പാളയത്തൂന്ന് മുണ്ടും പൊക്കി പിടിച്ചുകൊണ്ടുകൊണ്ട് കാര്യമുണ്ടോ? കിഴക്കേക്കോട്ടയിലെ വെള്ളം പൊങ്ങിയത്, പാളയത്തൂന്ന് മുണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവരെ ആയിരിക്കും നാളെ രാവിലെയല്ലേ യുദ്ധം തുടങ്ങത്തുള്ളൂ. ഇന്ന് നമുക്ക് എന്താ അറിയാം, നമുക്ക് സുഖമായിട്ട് ഉറങ്ങാം. ഇവന്മാരെന്തോ ചെയ്യുന്നറിയാമോ? ഇവിടെ റഡാർ സിസ്റ്റം ഒക്കെ അങ്ങ് ഓഫ് ചെയ്തു. യുദ്ധം തുടങ്ങുമ്പോൾ ഓൺ ചെയ്താൽ മതിയല്ലോ. റഡാർ സിസ്റ്റം ഒക്കെ ഓഫ് ചെയ്തു, എന്നിട്ട് കിടന്ന് ഉറങ്ങുക. ഇവർ ഈ റഡാർ സിസ്റ്റം ഓഫ് ചെയ്തിട്ട് ഉറങ്ങുന്ന ആ എക്സാക്ട് ടൈമിൽ ഇസ്രായേൽ ഇങ്ങോട്ട് വന്നിട്ട് ഇവൻ്റെ എയർഫോഴ്സിനെ മുഴുവൻ അങ്ങ് തീർത്തു. A training mistake, they said. But Israel's survival depended on that exact window. അത് അവരുടെ ഭാഗത്ത് അവരുടെ ട്രെയിനിങ് മിസ്റ്റേക്ക് ആണെങ്കിൽ, ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നോ ആ കൃത്യസമയത്താണ് അവർ ജയിച്ചത്. യെശയ്യാ പ്രവചനം 31-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം എന്തോ പറയുന്നത്? യെശയ്യാ 31:5 എന്തോ പറയുന്നത്? പക്ഷി ചുറ്റിപ്പറന്ന് പരിപാലിക്കുന്നത് പോലെ സർവശക്തനായ ദൈവം ഇസ്രയേലിനെ മറയ്ക്കും. Like birds hovering overhead, the Lord Almighty will shield Jerusalem. He will shield it and deliver it. താൻ അതിനെ സംരക്ഷിക്കുകയും താൻ അതിനെ വിടുവിക്കുകയും ചെയ്യും. ഇനി അടുത്ത അത്ഭുതം പറയാൻ പോവാണ്. 5-ാമത്തെ അത്ഭുതം, സരോക്ക മെഡിക്കൽ സെന്റർ എവാക്യുവേഷൻ എന്ന് പറയും. സരോക്ക എന്ന മെഡിക്കൽ സെന്ററിന്റെ ഇവാക്യുവേഷൻ. The missiles that arrived too late. കേട്ടോ, ഇറാൻ മിസൈൽ അയച്ചു, പക്ഷെ പുള്ളി ലേറ്റ് ആയി പോയി ഇങ്ങി വരാൻ. നമ്മൾ ഇതിനെ എന്ത് പറയും? മിറക്കലിനെ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയാം. ഡിവൈൻ ടൈമിംഗ്. ജൂൺ 2025 ഈ മാസം, ഈ കഴിഞ്ഞ മാസം അല്ലേ? ഇപ്പൊ ജൂലൈ ഇല്ലേ? അപ്പൊ കഴിഞ്ഞ മാസം കേട്ടോ, ഇറാന്റെ വലിയൊരു അഗ്രസീവ് മിസൈൽ അറ്റാക്ക് ഉണ്ടായി. ഇസ്രയേലിന്റെ സരോക്ക മെഡിക്കൽ സെന്ററിലാണ് കേട്ടോ, ബയർഷുവ എന്ന് പറയുന്ന സ്ഥലത്ത് സരോക്ക മെഡിക്കൽ സെന്ററിൽ നടന്ന ആക്രമണമാണ്. One of the country's largest, busiest hospitals was targeted by a signal missile. ഒരു സിഗ്നൽ മിസൈൽ അയക്കുക ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ ഹോസ്പിറ്റലോട്ട്. ലോങ് റേഞ്ച് ബാലിസ്റ്റിക് വെപ്പൺ കേപ്പബിൾ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. വലിയ ഡിസ്ട്രക്ഷന് കഴിവുള്ള ബാലിസ്റ്റിക് മിസൈൽ. The missile struck the surgical wing of the hospital with terrifying force. ഹോസ്പിറ്റലിന്റെ സർജിക്കൽ വിങ്ങിൽ വന്ന് ഭയങ്കരമായിട്ട് ആക്രമിക്കുക. ഭിത്തിയൊക്കെ ഇടിഞ്ഞു വീണു, ഗ്ലാസ് ഒക്കെ പൊട്ടി, എക്യുപ്മെന്റ് ഒക്കെ നശിച്ചു. പക്ഷെ ഒരു അത്ഭുതം ഉണ്ടായി. എന്താ അത്ഭുതം എന്നറിയാമോ? കേട്ടോണേ. അവിടെ ഒറ്റ മനുഷ്യനില്ലായിരുന്നു. ഈ സംഭവം നടക്കുന്നതിന്, ഈ മിസൈൽ വന്ന് ആക്രമിക്കുന്നതിന്
വെറും മണിക്കൂറുകൾ മുമ്പ് മാത്രം പെട്ടെന്ന് സെറോക്ക മാനേജ്മെന്റ് പെട്ടെന്നൊരു തീരുമാനം എടുത്തു. എന്താ തീരുമാനം എടുത്തത്? ഈ വാർഡിലുള്ള മുഴുവൻ ആളുകളെ വേറൊരിടത്തോട്ട് മാറ്റാൻ. മുഴുവൻ ആളുകളും വേറൊരിടത്തോട്ട് മാറ്റുക. മിസൈൽ വരുന്ന അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. മുഴുവൻ ആളുകളെ മാറ്റി കഴിയുകയും മിസൈൽ വന്നു ആക്രമിച്ചു. Doctors and nurses had relocated patients to a different part of the hospital due to what they described as precautionary reorganization. Precautionary reorganization എന്ന് പറഞ്ഞാൽ ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വീണ്ടും ക്രമീകരിക്കുന്നതിന് വേണ്ടി രോഗികളെ മുഴുവൻ പെട്ടെന്ന് മാറ്റി. തണ്ട കിടക്കുന്നു. The last minute decision saved dozens of lives. അവിടെ ലാസ്റ്റ് മിനിറ്റ് ഡിസിഷൻ കാരണം ഡസൻസ് ഓഫ് ലൈഫ്സ് ആണ് രക്ഷപ്പെട്ടത്. വൺ നേഴ്സ് ടോൾഡ് ഇസ്രയേലി ന്യൂസ്. ഇതിനെപ്പറ്റി ഒരു നേഴ്സ് ഇസ്രയേൽ ന്യൂസിനോട് പറഞ്ഞത്, ഇഫ് വി ഹാഡ് വെയിറ്റഡ് ഈവൻ 30 more minutes, ഒരു 30 മിനിറ്റ് കൂടെങ്കിലും ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ we would have been in that room with patients on the table. ആ മുറിയിൽ ഞങ്ങൾ മേശപ്പുറത്ത് പേഷ്യൻസിനെ കിടത്തിക്കൊണ്ട് സർജറി നടത്തിക്കൊണ്ടിരുന്നതിനും മണ്ടയ്ക്ക് മിസൈൽ വന്ന് പൊട്ടി വീഴുമായിരുന്നു. ഈവൻ മോർ ഷോക്കിംഗ്, ദി മിസൈൽ ഡിഡ്ന്റ് ഡിറ്റോനേറ്റ് പ്രോപ്പർലി. ഇനി വേറെ കുഴപ്പങ്ങളുണ്ടായി. ഈ വന്ന മിസൈൽ ഉണ്ടല്ലോ, അവൻ പൊട്ടേണ്ട രീതിയിൽ പൊട്ടുണ്ടായോ? പൊട്ടിയെങ്കിലും അവൻ്റെ പൊട്ടൽ ഒത്തില്ല. അതുകൊണ്ട് സ്ട്രക്ചറൽ ഡാമേജ് ഉണ്ടായി. പക്ഷെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ പോലും കൊല്ലപ്പെട്ടില്ല. റാബായി അരിയ ഖമാൻ ലേറ്റർ സൺ, അരിയ ഖമാൻ എന്ന റാബായി പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞത്, ദിസ് വാസ് ഇൻ ലക്ക്, ഭാഗ്യമല്ല, ദിസ് വാസ് ഹെവൻസ് ഹാൻഡ് ടേണിംഗ് ഡിസാസ്റ്റർ ഇൻടു ഡെലിവറൻസ്. സ്വർഗത്തിൻ്റെ കരം വിപത്തിനെ വിടുതലാക്കി മാറ്റിയതാണ്. ദിസ് വാസ് ഹെവൻസ് ഹാൻഡ് ടേണിംഗ് ഡിസാസ്റ്റർ ഇൻടു ഡെലിവറൻസ്. സ്വർഗത്തിൻ്റെ കരം വിപത്തിനെ വിടുതലാക്കി മാറ്റിയതാണ്. എങ്ങനെ? എക്സോഡസ് 12 പറഞ്ഞിട്ടുണ്ട്, ദൈവം ഇസ്രായേൽ മക്കളോട് പറയുക, inside their homes on the night the angel passed over. He knew what was coming and he moved to protect. പറഞ്ഞു, ദാ ഒരു സംഹാരദൂതൻ പുറത്തൂടെ വരുന്നുണ്ട്, പക്ഷെങ്കിൽ ചോരയുടെ കവചത്തിനുള്ളിൽ നീ ഒളിച്ചോണം, നിന്റെ വീട്ടിനകത്ത് അത് കയറി വരത്തില്ലെന്ന്. To many Israelites, this moment wasn't just a narrow escape, it was a loud reminder. ഒരുപാട് ഇസ്രായേലികൾ പറയും, ഇത് വെറും ഞങ്ങൾ രക്ഷപ്പെട്ടതല്ല, ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. ഗോഡ് സ്റ്റിൽ ഡയറക്റ്റ് സ്റ്റെപ്സ്. ഇന്നും ദൈവമാണ് സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആരുടെ കാലം എങ്ങോട്ട് പോകണമെന്ന്. മൂവ്സ് പീപ്പിൾ, ആളുകളെ ചലിപ്പിക്കുന്നത്. ഷീൽസ് ലൈഫ് ഡൗൺ ടു ദി വെരി മിനിറ്റ്. ഓരോ മിനിറ്റും ദൈവം തൻ്റെ ജനത്തെ രക്ഷിക്കുകയാണ്. മിറക്കിൾ 7ാമത്തേത് എന്നറിയാമോ? യോം കിപ്പൂർ വാർ, ഔട്ട് നമ്പേർഡ് ബട്ട് നോട്ട് ഔട്ട് പവേർഡ്. പ്രസിദ്ധമായ യോം കിപ്പൂർ വാറാണ്. അതിൻ്റെ പ്രത്യേകത ഔട്ട് നമ്പേർഡ് ബട്ട് നോട്ട് ഔട്ട് പവേർഡ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനേക്കാൾ ഒരുപാട് സൈന്യബലം ഉണ്ടായിരുന്നു. തൻ്റെ ശത്രുക്കൾക്കെങ്കിലും അവർക്ക് ഇസ്രായേലിനെ ജയിക്കാൻ കഴിഞ്ഞില്ല. 1973. ഈ 1973 ഇതിനെ ഡിവൈൻ സ്ട്രെങ്ത് എന്ന് പറയും, ദൈവിക ശക്തി എന്ന് പറയും. 1973 ഇസ്രായേൽ വാസ് കാട്ട് ഓഫ് ഗാർഡ് ഓൺ ഇറ്റ്സ് ഹോളിയസ്റ്റ് ഡേ, യോം കിപ്പൂർ. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ വിശുദ്ധ ദിവസമായ യോം കിപ്പൂർ. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ മഹാപാപപരിഹാര ദിവസം എന്ന. എല്ലാവരും പാപപരിഹാരത്തിനുള്ള
കരച്ചിലും പ്രാർത്ഥനയും നെടുവീർപ്പായിട്ടിരിക്കുന്ന സമയത്ത് സിറിയ, ഈജിപ്റ്റ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ഗംഭീരമായ യുദ്ധം ഇസ്രായേലിനെതിരായിട്ട് കഴിച്ചു വിട്ടു. The Israeli front lines collapsed in hour. മണിക്കൂറുകൾ കൊണ്ടാണ് ഇസ്രായേലിന്റെ ഫ്രണ്ട് ലൈൻ തകർന്നു പോയത്. The situation was so bad. Prime Minister Golda Meir considered using nuclear weapons. ന്യൂക്ലിയർ വെപ്പൺ എടുക്കുകയല്ലാതെ വേറെ ഒരു മാർഗവുമില്ലെന്ന് അന്ന് ഗോൾഡ മെയർ ചിന്തിച്ച കാലം. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് എൻ്റെ വേറൊരു ടോക്കിൽ ഈ സംഭവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന്. ഞാൻ അതിനെപ്പറ്റി ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളോട് കൂടെ പറയാം. ആദ്യം കേട്ടുള്ളവർക്ക് അത് ബോറായിരിക്കും. ആ കേട്ടിട്ടില്ലാത്തവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ്. ഈ യുദ്ധം നടക്കുമ്പോഴാണ് അന്ന് അമേരിക്കൻ പ്രസിഡൻ്റായിരുന്നത് നിക്സനാണ്. നിക്സൺ വലിയൊരു പ്രതിസന്ധി നേരിടുക. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വാട്ടർഗേറ്റ് സംഭവത്തിൽ നിക്സനെ ഇംപീച്ച് ചെയ്യാനായിട്ട് പാർലമെന്റ് തീരുമാനിച്ചിരിക്കുക. പാർലമെന്റ് നിക്സണോട് പറഞ്ഞു, ഒരു രീതിയിലുള്ള പ്രസിഡന്റ് നേരിട്ടുള്ള ഓർഡർ ഇടരുത്, ഒരു രീതിയിലും പ്രസിഡന്റ് നേരിട്ട് ഒരു കാര്യത്തിൽ ഇടപെടുന്നു പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനിയും അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്നു ഒരു ഇസ്രയേലുകാരനാണ്. അപ്പോൾ ഇസ്രയേലിൻ്റെ വെപ്പൺസ് മുഴുവൻ തീർന്നു, ഒന്നുമില്ല. ആ രാത്രി ഇസ്രയേൽ തീരും, അല്ലെങ്കിൽ ന്യൂക്ലിയർ വെപ്പൺ എടുക്കണം. ന്യൂക്ലിയർ വെപ്പൺ എടുത്താൽ ഇസ്രയേലും തീരും. അതാ പ്രോബ്ലം. ഗോൾഡ മെയർ നേരെ അമേരിക്കയെ വിളിച്ചു. ആരെ? അമേരിക്കൻ ഫോറിൻ സെക്രട്ടറി. ഇയാൾ യഹൂദനാ. പക്ഷെ ഇയാൾക്ക് യഹൂദന്മാരുടെ ഭയങ്കര വിരോധമാണ്. ഇയാൾ പറഞ്ഞു, നീ എല്ലാം അവിടെ ചത്ത് മുടിഞ്ഞ് മുണ്ടക്കോല് വെച്ച് തീർന്നോട്ട്, അമേരിക്കയിൽ ഒരു സഹായം കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇവരെന്തറിയാമോ? നേരെ പ്രസിഡന്റ് നിക്സനെ വിളിക്കുക. നിക്സന് എക്സിക്യൂട്ടീവ് ഓർഡർ ഇടാൻ ഉള്ള പെർമിഷൻ ഇല്ല. നിക്സനെ വിളിച്ചു, ഗോൾഡ മെയർ ആണെന്ന് പറഞ്ഞു, കാര്യം ചോദിച്ചു. അപ്പോൾ നിക്സൺ ചോദിച്ചു, "Now what do you want me to do?" ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരാദ്യം ഒരു ലിസ്റ്റ് ആവശ്യം പറഞ്ഞു. നിക്സൺ കേട്ടു, യെസ്, ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം, ഇനി എന്ത് വേണം. ഗോൾഡ മെയർ ചോദിച്ച മുഴുവൻ കാര്യങ്ങളും യേസ് പറഞ്ഞിട്ട് ആ സെക്കൻഡിൽ ഇദ്ദേഹം പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ ഇട്ടു. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് ഓർഡർ എടുത്താൽ ഒറ്റ സെക്കൻഡിൽ ഈ പറഞ്ഞ മുഴുവൻ മിലിറ്ററി എക്യുപ്മെന്റ് എത്രയോ എയർക്രാഫ്റ്റുകളായിട്ട് വിതിൻ നോ ടൈം ഇസ്രായേലിലെത്തണം. ഓർഡർ ഇട്ടിട്ട് പ്രസിഡന്റ് നിക്സൺ ഗോൾഡ മെയറിനോട് പറഞ്ഞു, ഞാനൊരു വില്ലേജിൽ ജനിച്ചു വളർന്ന ബാലനാണ്. ഞാൻ കുഞ്ഞായിരിക്കുമ്പം എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം എൻ്റെ അമ്മ എന്നെ മുറിക്കകത്ത് വിളിച്ചു കയറ്റി വേദപുസ്തകം വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് വേദപുസ്തകത്തിലെ സംഭവങ്ങളൊക്കെ പറഞ്ഞു തരും. ഒരു ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ ഡെയിലി ബൈബിൾ പഠിപ്പിക്കുന്നത്? അപ്പം അമ്മ പറഞ്ഞു, മോനെ, ഒരു ദിവസം നീ ഒരു വലിയ മനുഷ്യനായി തീരും. വൺ ഡേ യു വിൽ ബിക്കം എ ഗ്രേറ്റ് മാൻ. അന്ന് ദൈവത്തിൻ്റെ ജനത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാകും. ഇസ്രായേലിന് അവരെടുത്ത് പറഞ്ഞിട്ടില്ല. ദൈവജനത്തിനൊരു പ്രതിസന്ധി ഉണ്ടാകും. ആ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് അവരെ രക്ഷിക്കുന്നതിന് ദൈവം നിന്നെ ഉപയോഗിക്കും, നീ വലിയ പൊസിഷൻ ആകുന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ഗോൾഡ മെയറോട് നിക്സൺ പറഞ്ഞത്, ഈ ദിവസത്തിന്, ഈ നിമിഷത്തിന് വേണ്ടിയാണ് ദൈവം വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ഫോം ചെയ്തത് എന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. ശ്രദ്ധിച്ചോണേ, നിക്സൺ അത് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണ് വാട്ടർഗേറ്റ് സംഭവത്തിൽ നിക്സനെ പ്രതിയാക്കിക്കൊണ്ട് നിക്സനെ ഇംപീച്ച് ചെയ്ത് ഇറക്കി വിടണമെന്ന് ദുഷ്ടനായ സാത്താൻ തീരുമാനിച്ചത്. പക്ഷെങ്കിൽ നിക്സനെ കൊണ്ട് ഇസ്രായേൽ രക്ഷിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് സ്വർഗസ്ഥനായ ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ച തൻ്റെ തീരുമാനത്തിൽ അങ്ങനെ ചെയ്തിരുന്നത് കൊണ്ട് എന്തേ സംഭവിച്ചുള്ളൂ? നിക്സൺ തന്നെ ഇസ്രായേലിന് അനുകൂലമായി ഓർഡറിട്ട് ആവശ്യമായ മുഴുവൻ
വെപ്പൺസ് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഇസ്രായേൽ രക്ഷിക്കുകയായിരുന്നു. ഇൻ വൺ ഫേമസ് ബാറ്റിൽ ഇൻ ദ സൈനായി ഇസ്രായേൽ ടാങ്ക്സ് വെർ ഔട്ട് നമ്പേർഡ് 12-1. ആ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ടാങ്ക് 1, ശത്രുവിന്റെ ടാങ്ക് 12 ഈജിപ്ഷ്യൻ ടാങ്കും ഒരു ഇസ്രായേൽ ടാങ്കും. പക്ഷെങ്കിൽ the Egyptian tanks began to malfunctioning. Crews abandoned them. നോക്കിക്കോണേ, നമുക്ക് ഞങ്ങളുടെ നാന്ദിക്കാരുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാലേ, ഇസ്രായേലിലെ ടാങ്കിനൊക്കെ സ്വിച്ച് ഇട്ടിട്ട് അതങ്ങോട്ട് കേൾക്കുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്വിച്ച് എടുത്തില്ല അനീസാറ്, അപ്പം കൃന്ന് കേട്ടില്ല സ്റ്റാർട്ടാകുന്നത്. ഇവർ സ്വിച്ച് പിടിച്ച് ഞെക്കിയിട്ടൊന്നും കേൾക്കുന്നില്ല. അവിടെ ഇവിടെയെല്ലാം വലിച്ചു വിട്ടൊന്നും സ്റ്റാർട്ടാകുന്നില്ല. സ്റ്റാർട്ടാകുന്ന വിമാനം ചെയ്തു, ഇവർ ഈ കുന്തം കളഞ്ഞിട്ട് ഓടാൻ തുടങ്ങി. In the north, Israel pilots performed aerial maneuvers that stopped US generals later said were impossible under natural conditions. ഇനി നോർത്തിലോ ഇസ്രായേലിന്റെ എയർഫോഴ്സ് ചെയ്ത പെർഫോമൻസിനെ പറ്റി US ജനറൽസ് പറഞ്ഞത് നാച്ചുറൽ കണ്ടീഷൻസിൽ നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ എന്നാണ്. But at the end of the war, Israel crossed the Suez Canal and was within 100 kilometers of Cairo. ന്യൂ സൂയസ് കനാൽ കടന്ന് കെയ്റോയ്ക്ക് 100 കിലോമീറ്റർ അടുത്ത് വരെ ഇസ്രായേൽ വന്നു. outnumbered, outgunned, but not out of God's hands. ശ്രദ്ധിച്ചോണം, അവരെക്കാൾ കൂടുതൽ പടയാളികൾ അപ്പുറത്തുണ്ട്, കൂടുതൽ തോക്കുകൾ അപ്പുറത്തുണ്ട്, കൂടുതൽ ആയുധങ്ങളും ആളുകളും അപ്പുറത്തുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കരം ഇപ്പുറത്തും. ഇനി 8ാമത്തെ മിറക്കിൾ പറയാൻ പോകട്ടോണം. മിസൈൽ ഫെയിലിയേഴ്സ് ആൻഡ് മിസ്റ്റീരിയസ് മാൽഫങ്ഷൻസ്. മിസൈലുകൾ പരാജയപ്പെടുന്നു. ഈ മിറക്കിളിന് നമുക്ക് ഡിവൈൻ ഡിസ്റപ്ഷൻ എന്ന് പറയാം. സ്വർഗീയമായ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ തകർത്ത് കളയുക, കുഴച്ചില്ലാക്കുക, ഡിസ്റപ്റ്റ് ചെയ്യുക, ഓർഡർ ഇല്ലാതാക്കുക. ഡ്യൂറിംഗ് ദി 2024 and 25 Iranian missiles attack, hundreds of advanced ballistic cruise missiles were fired at Israel's target. ഈ കഴിഞ്ഞ മാസം വരെ 100 കണക്കിന് മിസൈൽസ് ആണ് ഇസ്രായേലിനെതിരായിട്ട് കൊണ്ട് വിട്ടത്. On paper, these missiles were deadly, accurate and unstoppable. ഈ മിസൈൽസിനെ പറ്റി പത്രവാർത്ത എങ്ങനെയെന്ന് അറിയാമോ? ഡെഡ്ലി ആണ്, മാരകമാണ്, അക്യുറേറ്റ്, കൃത്യനിഷ്ഠതയുള്ളതാണ്, അൺസ്റ്റോപ്പബിൾ, ഒരു അയൺ ഡോമിന് തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഡിസൈൻ ടു ഇവേഡ് റഡാർ. റാഡാറിന്റെ കണ്ണ് വെട്ടിക്കാൻ കഴിയുള്ളവര്, ആഴത്തിലിറങ്ങി സ്ട്രൈക്ക് ചെയ്യാൻ കഴിയുന്നവരാ, മാക്സിമം കയോസ് ഉണ്ടാക്കാൻ കഴിയുന്നവര്. പക്ഷെങ്കിൽ പ്ലാനിലൊരു കുഴപ്പമുണ്ടായി. Dozens of Iranian missiles malfunctioned in the air. അവരിങ്ങനെ വരിക കേട്ടോ, മധ്യാകാശത്ത് വെച്ച് ഇതിനൊക്കെ ഒരു ലക്കും ലഗാനും ഇല്ലാതായി പോയി. 2000 മൈൽ യാത്ര ചെയ്ത് വരിക, ആകാശത്തിന്റെ മധ്യത്ത് മിസൈൽ ഇനി എങ്ങോട്ട് ഓടുന്നൊരു പിടിയില്ല. Some exploded before reaching Israeli airspace. ചിലര് ഇസ്രായേലിന്റെ എയർ സ്പേസിൽ എത്തുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു പോയി, ഇസ്രായേലിന്റെ എയർ സ്പേസ് വരെ എത്തിയില്ല. Others veered off course entirely. ചിലർക്ക് ഗതി അങ്ങ് പോയി, ട്രാക്ക് അങ്ങ് പോയി. A few even crushed harmlessly into open fields. ചിലര് ജനവാസമില്ലാത്ത സ്ഥലത്ത് നിന്ന് വീണു. Despite being guided by advanced satellite navigation. ശ്രദ്ധിച്ചോണം, ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സാറ്റലൈറ്റ് നാവിഗേഷൻ കൊണ്ട് ഇവരെ നിയന്ത്രിച്ചിട്ട് പോലും ഈ പുള്ളികൾക്ക് എത്തേണ്ട അടുത്ത് എത്താൻ കഴിഞ്ഞില്ല. കോഴഞ്ചേരിക്ക് തിരിച്ച് കോട്ടയത്തായി പോകുന്ന പോലെ. In one case, a long-range missile that was expected to hit a military base in Negev simply disappeared from air. നിങ്ങൾ കണ്ടോ, ശ്രദ്ധിച്ചോണേ, നെഗേവിലെ
മിലിറ്ററി ബേസിൽ ചെന്ന് ആ പൊട്ടിക്ക് തീർക്കണമെന്ന് പറഞ്ഞ് ഒരു മിസൈലിനെ ഇറാനിൽ ഇങ്ങോട്ട് വിട്ടതാ. ഈ പുള്ളി ഇങ്ങനെ വഴി ചോദിച്ചും പറഞ്ഞൊക്കെ വരിക കേട്ടോ. ഇടയ്ക്ക് വന്നു ഈ പുള്ളിയെ കാണാനില്ല, മിസൈലിനെ പിന്നെ കാണാനില്ല. ഇന്ന് വരെ അതിൻ്റെ ഒരു പൊടി പോലും കണ്ടില്ല ഒരിടത്തുനിന്ന്. ഇസ്രായേൽ ഡിഫൻസ് അനാലിസ്റ്റ് വേർ ബാഫിൽഡ്. ഇസ്രായേലിന്റെ ഡിഫൻസ് അനാലിസ്റ്റ് പറഞ്ഞ്, ചേട്ടാ അതിൻ്റെ ഒരു പൊടിയെങ്കിലും എവിടെയെങ്കിലും കാണണ്ടായോ? ഈ പുള്ളി എവിടെ പോയി? ഒരു പിടിയുമില്ല. The malfunction rate was far above normal. ഇസ്രായേൽ ഇവരുടെ മിസൈൽസിന്റെ ഫങ്ഷൻ നടക്കാത്തത് ഫാർ അബവ് നോർമൽ എന്നാ. ഈവൻ ഫോർ മാസ് സ്കെയിൽ ലോഞ്ചേഴ്സ്, ഏറ്റവും കൂടുതലായിട്ട് മാസ് സ്കെയിൽ ലോഞ്ച് ചെയ്ത മിസൈൽസ് ഒന്നും എത്തിയില്ല. സം എക്സ്പേർട്സ് ബ്ലെയിംഡ് ഫോൾട്ടറി പ്രോഗ്രാമിംഗ്. ചിലരുടെ എക്സ്പേർട്സ് പറഞ്ഞു അത് നിങ്ങൾ മിസൈൽസ് പ്രോഗ്രാം ചെയ്ത് ശരിയായില്ലെന്ന്. അതേഴ്സ് പോയിന്റഡ് ടു വെദർ അനോമലി. ചിലർ പറഞ്ഞു കാലാവസ്ഥ മോശമായിട്ട്. ബട്ട് മെനി ഇൻ ഇസ്രായേൽ ബിലീവ്ഡ് അതർവൈസ്. പക്ഷെ ഇസ്രായേലിലെ ആൾക്കാർ പറയുന്നത് കാരണം വേറെയുണ്ട്. വൺ IDF ഒഫീഷ്യൽ റിമാർക്ക്ഡ്. ഒരു IDSന്റെ ഒരു ഒഫീഷ്യൽ പറഞ്ഞത്, വി സോ തിങ്സ് നോ സിസ്റ്റം ഷുഡ് ഹാവ് ബീൻ ഏബിൾ ടു സ്റ്റോപ്പ്. ഒരു സിസ്റ്റത്തിനും തടയാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു എയർ ഡിഫൻസ് സിസ്റ്റത്തിനും ഒരു അയൺ ഡ്രോമിനും തടയാൻ കഴിയാത്ത രീതിയിലുള്ള മിസൈൽസ് ആണ് ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ കണ്ടത്. Some of these failures were just unnatural. ചില ഫെയിലിയേഴ്സ് ഉണ്ടല്ലോ സ്വാഭാവികമല്ല. 33 സങ്കീർത്തനത്തിന്റെ 10 വാക്യം, Psalms 33 verse number 10. 33 സങ്കീർത്തനത്തിന്റെ 10 വാക്യം, The Lord foils the plans of the nations. യഹോവ രാജ്യങ്ങളുടെ ആലോചന വ്യർത്ഥമാക്കുന്നു. He thwarts the purposes of the people. അവൻ ജാതികളുടെ ഉദ്ദേശങ്ങളെ വ്യർത്ഥമാക്കി കളയുന്നു. രാജ്യങ്ങളും ജാതികളും ഇസ്രായേലിന്റെ പദ്ധതി ഉണ്ടാക്കും, ദൈവം അതിനെ നിഷ്ഫലമാക്കി കളയും. Because when the missiles break apart in the sky, ആകാശത്ത് മിസൈൽസ് ബ്രേക്ക് ആകുമ്പം, when smart weapons lose their way, സ്മാർട്ടായ വെപ്പൺസിന് വഴി നഷ്ടപ്പെടുമ്പോൾ, when destruction turn to dust in the wind, ഈ തകർക്കാൻ വരുന്നവർ തന്നെ തകർന്ന് ആകാശത്ത് കാറ്റിൽ പൊടിയായി മാറുമ്പോൾ, it no longer looks like defense. ഡിഫൻസ് അല്ല, it looks like divine interference. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കൈകടത്തൽ. 9, A Valley of Tears, 1973 യോം കിപ്പൂർ വാർ. 1973 യോം കിപ്പൂർ വാറിൽ വാലി ഓഫ് ടിയേഴ്സ്, കണ്ണുനീർ താഴ്വര. ഈ മിറക്കിൾ എന്ത് പറഞ്ഞ ഡിവൈൻ ഡിലേ. സ്വർഗസ്ഥനായ ദൈവം ഡിലേ വരുത്തിയത്. ഡിവൈൻ ഡിലേ in the Goshen Heights. A tiny group of Israeli tanks operators, just 44 tanks, stood against over 500 Syrian tanks. 500 സിറിയൻ ടാങ്കിനെ ചെറുത്തുകൊണ്ട്, yes, thank you very much. 500 സിറിയൻ ടാങ്ക്സിനെ ചെറുത്തുകൊണ്ട് 44 ഇസ്രായേൽ ടാങ്ക്. 500 എവിടെ കിടക്കുന്നു, 44 എവിടെ കിടക്കുന്നു, 44 എവിടെ? ഗോലാൻ ഹൈറ്റ്സിൽ. It's unknown today as the Valley of Tears. It's known today. ഇന്നും അതിനെ Valley of Tears, കണ്ണീർ താഴ്വര എന്ന് പറയുന്നത്. For 4 days they held the line without sleep, fuel or reinforcements. നിങ്ങൾ നോക്കണേ, 4 ദിവസം ഒരുപോലെ ഉറങ്ങാതെ ഈ 44 ടാങ്കിലെ പട്ടാളക്കാര് 4 ദിവസം ഈ 500 എണ്ണത്തിനെ തടഞ്ഞു നിർത്തി.
And then Syrians suddenly stopped advancing. പെട്ടെന്ന് സിറിയൻസ് അങ്ങ് യുദ്ധം നിർത്തി. അതിന് നിനക്ക് എന്നാ പറ്റിയത്? ഒരു സിറിയൻ പട്ടാളക്കാരൻ ഓടിച്ചിട്ട് പിടിച്ചു. ഉണ്ടോ? They believed they were heading into a trap. Some said there is a phantom-like tanks on the ridge. ഓടിച്ചിട്ട് പിടിച്ച് ഇവന്മാർ പറഞ്ഞു കേട്ടോ, വലിയ മുട്ടൻ ടാങ്ക് ഉണ്ടല്ലോ, വലിയ ഫാൻറ്റം പോലുള്ള ടാങ്ക്, അങ്ങനെ വലിയൊരു ടാങ്ക് വ്യൂഹം ഞങ്ങളെ ആക്രമിക്കാൻ വരുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ വിരണ്ടോടിയതാണ്. They said they heard radio chatter that sounded like thousands of Israeli reinforcements were coming, but there were none. മറ്റൊരു വെച്ച് പറയാം, ഞങ്ങൾ റേഡിയോയ്ക്കൂടെ ശബ്ദം കേട്ടത്. എന്തോ ശബ്ദം കേട്ടെന്ന്? 10,000-കണക്കിന് ഇസ്രായേൽ സോൾജിയേഴ്സ് വരുന്നതായിട്ട്. ഞങ്ങൾ പേടിച്ച് ഓടിയതാണ്. സത്യമില്ലെന്നറിയാമോ? ഒരാളും വന്നില്ല. What they heard never existed. അവര് റേഡിയോയിൽ കൂടെ കേട്ട ആ ശബ്ദം അങ്ങനൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇനി 10ാമത്തെ മിറക്കിൾ, ആദ്യത്തെ ഗൾഫ് വാർ 1991 ആദ്യത്തെ ഗൾഫ് വാറിൽ ഈ 920 സ്കഡ് മിസൈൽസ്, 920 സ്കഡ് മിസൈൽസ് ഇസ്രയേലിലോട്ട് അയച്ചു. പക്ഷെ ഒരു ഇസ്രയേലി മരിച്ചില്ല. ഇതിന് ഡിവൈൻ ഷീൽഡ് എന്ന ഈ മിറക്കിളിനെ പറഞ്ഞ ഡിവൈൻ ഷീൽഡ്, സ്വർഗീയമായ സംരക്ഷണം. ഫസ്റ്റ് ഗൾഫ് വാറിൽ ഇറാഖ് ലോഞ്ച്ഡ് 39 സ്കഡ് മിസൈൽസ് ഇൻ ഇസ്രയേൽ. കേട്ടോ, ഇറാഖ് മാത്രം 39 സ്കഡ് മിസൈൽസ് ഇസ്രയേലോട്ട് വിട്ടു. എന്നിട്ടോ ദീസ് മിസൈൽസ് ഹിറ്റ് ബിൽഡിങ്സ്, നെയ്ബർഹുഡ്സ് ആൻഡ് ഈവൻ സ്കൂൾസ്. ഇതൊന്ന് ബിൽഡിംഗ് ഇടിച്ചു, പള്ളിക്കൂടത്തിലൊക്കെ ഇടിച്ചു. ബട്ട് മിറക്കിൾ എന്നറിയാമോ? നോട്ട് വൺ ഇസ്രയേലി ഡൈഡ്. ഒരൊറ്റ ഇസ്രയേലി മരിച്ചില്ല. Despite the destruction, not a single direct death occurred from all the 39 missiles. ഇവരയച്ച ഈ 39 മിസൈലിനും ഒരു മനുഷ്യനെ പോലും കൊല്ലാൻ കഴിഞ്ഞില്ല. ചേടാ, അതെങ്ങനെയാണ്? കാരണം സം മിസൈൽസ് മിസ്ഫയർഡ്. അവന് എവിടോട്ട് ഫയർ ചെയ്യുന്ന അങ്ങോട്ട് ഫയർ ചെയ്തു. സം ഡിസപ്പിയർഡ് മിഡ് എയർ. ചില ആകാശത്ത് വെച്ച് കാണാതായി. Others hit empty areas minute after people left. മറ്റു ചിലതോ ഇവർ ചെന്ന് ഓരോരുത്തർ ഇടിക്കും. ഇവരിടിക്കുന്നതിന് മുമ്പ് ആളങ്ങ് പോയി. ഓരോരുത്തരും ഇടിക്കുമ്പം ഇവരിടിക്കുന്നതിന് മുമ്പ് അവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. Newspapers in Israel called it a protective hand from heaven. ഇസ്രായേലിലെ ന്യൂസ് പേപ്പേഴ്സ് അതിനെപ്പറ്റി പറഞ്ഞത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരമെന്നാണ്. ഇനി 11ാമത്തെ മിറക്കിള് 2006 ലെബനൻ വാറിലാണ്. 2006 ലെബനൻ വാറാണ്. 2006 ലെബനൻ വാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഇസ്രായേൽ സൈന്യത്തെ ഹെസ്ബുള്ള പിടിച്ചോണ്ട് പോയി. ഒരു പട്ടാളക്കാരനെ ഹെസ്ബുള്ള പിടിച്ചോണ്ട് പോയി. ഒരു പട്ടാളക്കാരനെ ഹെസ്ബുള്ള പട്ടാളക്കാരനെ പിടിച്ചോണ്ട് പോയതിനാണ് യുദ്ധം ഉണ്ടായത്. പെട്ടെന്ന് യുദ്ധം തീരും. ആ പട്ടാളക്കാരനെ പിടിച്ചോണ്ട് വന്ന് തീരുമ്പോൾ യുദ്ധം തീരുമെന്ന് വിചാരിച്ചത്. പക്ഷെ അതങ്ങോട്ട് നീണ്ട് ഇസ്രയേൽ തോറ്റ് തുന്നം പാടുന്ന അവസ്ഥയിലെത്തിയത്. ആ മിറക്കിളിനെ ഡിവൈൻ മാൽ ഫങ്ഷനിങ് എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ഫങ്ഷൻസിനെ ദൈവം തകർത്തെന്നാണ്. ഹെസ്ബുള്ള ലോഞ്ച്ഡ് thousands of rockets into northern Israel. വടക്കൻ ഇസ്രയേലിലേക്ക് 1000-കണക്കിന് റോക്കറ്റാണ് ഹെസ്ബുള്ള വിട്ടത്. One landed directly in the middle of a children's daycare center in Haifa. ഹൈഫയിൽ പിള്ളേരുടെ ഒരു ഡേ കെയർ സെന്ററിൽ നിന്ന് ഒരെണ്ണം വീണത്. It went through the roof, through the floor and did not explode. ഈ പുള്ളി വന്നിട്ടോ റൂഫൊക്കെ തകർത്ത് മുറിക്കകത്ത് കയറി. അത് നമ്മുടെ മിസൈല്. പക്ഷെ പുള്ളി പൊട്ടുന്നില്ല. കേട്ടോ ജോർജ് ഭാഷ,
ഈ പുള്ളി ഒന്ന് പൊട്ടണ്ടായോ? പുള്ളി പൊട്ടുന്നില്ല. വേറൊൻ ചെന്ന് ഒരു സിനഗോഗിൽ ഇടിച്ചത്. സിനഗോഗ് ഇടിച്ചപ്പോഴത്തേക്ക് സിനഗോഗ് ചെന്ന് ഇടിച്ചിട്ട് പക്ഷെ കുഴപ്പമെന്നറിയാമോ? സിനഗോഗിൽ ആൾക്കാർ പ്രാർത്ഥനയില്ലെങ്കിൽ ചിലർ പോയി കഴിഞ്ഞു. പോയി കഴിയുമ്പോൾ ഈ പുള്ളി വന്നത് ലേറ്റായി പോയി. ഇവൻ ലേറ്റ് അനലിസ്റ്റ് പറഞ്ഞത് more than 20% of Hezbollah's rockets were defective, far higher than normal. ഹിസ്ബുള്ളയുടെ റോക്കറ്റിൽ 20% ഡിഫക്റ്റീവ് ആയിരുന്നു, കൊള്ളാത്തതായിരുന്നു. Many asked, why didn't they explode? ആൾക്കാർ ചോദിക്കുക, എടാ ഈ മിസൈലൊക്കെ വന്ന് ഇങ്ങോട്ടൊന്ന് പൊട്ടണ്ടായോ? മിസൈലൊക്കെ വന്നാലൊന്ന് പൊട്ടണ്ടായോ? Maybe they weren't allowed to. പൊട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പൊട്ടുവാൻ അനുവാദം കൊടുത്തില്ല. ആര് കൊടുത്തില്ല? സ്വർഗസ്ഥനായ ദൈവം അനുവാദം കൊടുക്കാതെ നിന്റെ നെഞ്ചത്ത് വീഴുന്ന മിസൈല് പൊട്ടത്തില്ല. ഇനി 12ാമത്തെ മിറക്കിൾ, അയൺ ഡോം ഇൻ ദ പാത്ത് ഓഫ് വിൻഡ് 2014. 2014 കാറ്റിന്റെ വഴിയെ അയൺ ഡോം പോയെന്ന്. ഈ മിറക്കൽ നമുക്ക് എന്ത് പറയാമെന്ന് അറിയാമോ? ഡിവൈൻ കൺട്രോൾ ഓഫ് നേച്ചർ. പ്രകൃതിയെ സ്വർഗസ്ഥനായ ദൈവം നിയന്ത്രിക്കുന്നു. 2014 കേട്ടോ, ഡ്യൂറിങ് ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജിൽ Hamas launched over 4,500 rockets into Israel. ഇസ്രായേലിലേക്ക് 4,500 റോക്കറ്റ് ഈ കമാസുകാർ വിട്ടതാ. One day, a rocket was headed directly for a major city. ഒരു ദിവസം ഒരു മേജർ സിറ്റിയിലേക്ക് റോക്കറ്റ് വരിക. The Iron Dome defense system failed to intercept it. ഇവനെ തടയാനായിട്ട് അയൺ ഡോമിനോട്ട് പറ്റുന്നുമില്ല. But just before impact, a sudden gust of wind shifted the rocket's path. പെട്ടെന്നൊരു കാറ്റടിച്ചിട്ട് റോക്കറ്റിന്റെ വഴി അങ്ങ് മാറി. It crashed into an open field. An Israeli officer told reporters, we couldn't stop it, but God did it. ഞങ്ങൾക്ക് തടയാൻ ഒത്തില്ല, പക്ഷെ ദൈവം അവനെ തടഞ്ഞു. ഇനി 13ാമത്തെ ഇൻസിഡന്റ് പറയാൻ പോവാ. 2014 ഗാസ കോൺഫ്ലിക്റ്റില്, 2014 ഗാസ കോൺഫ്ലിക്റ്റ്, the missiles that vanished from the radar. റഡാറില് മിസൈലിനെ കാണാനില്ല. നമുക്ക് എന്തിനെ പറയുന്നേ? മിറക്കിൾ ടൈപ്പ് വാനിഷിംഗ് ത്രെറ്റ്, മറഞ്ഞുപോയ ഭീഷണി. ഡ്യൂറിംഗ് ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് എഡ്ജ് കേട്ടോ, ഹമാസ് ലോഞ്ച്ഡ് എ ലോങ് റേഞ്ച് റോക്കറ്റ് ടാർഗറ്റിംഗ് ബെൻ ഗൂരിയൻ എയർപോർട്ട്. ഇപ്പൊ ചെന്ന് ബെൻ ഗൂരിയൻ എയർപോർട്ട് പൊട്ടിക്കെന്ന് പറഞ്ഞ് ഹമാസ് ഒരു പുള്ളിയെ വിട്ടതാണ്. ഇസ്രായേലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ഹബ്ബാണത്. The Iron Dome missed it. Panic erupted. A direct hit could kill hundreds and shut down air travel for days. അപ്പൊ നോക്കിക്കോണേ, അയൺ ഡോമിന് ഇതിന് മിസ്സായി കഴിഞ്ഞാൽ ദൈവം ഇനി എന്താ സംഭവിക്കുന്നത്? ഈ മാരകം വന്ന് എയർപോർട്ടിൽ പൊട്ടി എത്രയോ നാളത്തേക്ക് പിന്നെ എയർപോർട്ട് ഫങ്ഷൻ ചെയ്യത്തില്ല. പക്ഷെ ഒരു അത്ഭുതം ഉണ്ടായി, റോക്കറ്റ് അപ്രത്യക്ഷമായി. ലിറ്ററലി മിഡ് ഫ്ലൈറ്റ്, പറക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ പുള്ളിയെ കാണാനില്ല. റഡാർ അവനെ പിക്കപ്പ് ചെയ്തു ആദ്യം, then lost it. It didn't explode. ആദ്യം വരുന്ന റഡാർ കണ്ടതാ, പക്ഷെ പിന്നെ അവനെ കണ്ടില്ല, ഇവൻ മാറിക്കളഞ്ഞു. പക്ഷെ ഒരു കുഴപ്പം എന്നറിയാമോ? പുള്ളിക്ക് പൊട്ടാൻ കഴിഞ്ഞില്ല. It didn't fall into the sea. It just disappeared. ചെന്ന് കടലിൽ വീഴാവുന്നതാ, കടലിലും വീണില്ല, കാണാനില്ല.
Israeli defense personnel were stunned. So were international observers. ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ് മാത്രമല്ല, ഇന്റർനാഷണൽ ഒബ്സർവേഴ്സ് പോലും വിരണ്ടുപോയി. ടു ദിസ് ഡേ, ഇന്ന് വരെ ആ റോക്കറ്റിനെ കണ്ടിട്ടില്ല. ആകാശത്ത് വെച്ച് കത്തിപ്പോയോ, അതോ പുള്ളി തിരിച്ചു പോയോ, അതോ ദൈവം കൈ നീട്ടി ഇവനെ പിടിച്ച് കൊണ്ടുപോയതാണോ? ദൈവം ഉയർത്തിൽ നിന്ന് കൈ നീട്ടി താഴോട്ട് ഈ പുള്ളിയെ പൊക്കിയെടുത്തതാണോ? അറിയത്തില്ല. ഇനി 14ാമത്തെ മിറക്കിൾ കേട്ടോണം. 2012 ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ്. ഓപ്പറേഷൻ പില്ലർ ഓഫ് ഡിഫൻസ് എംടി ഹൗസസിൽ ഈ മിറക്കിളിനെ ഡിവൈൻ ടൈമിംഗ് എന്ന് പറയുന്നത്. ദൈവമാണ് സമയം നിശ്ചയിക്കുന്നത്. 1912 a Hamas rocket slammed into a residential building in Kiryat Malaki. കിറാത്ത് മലാഖി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഹമാസിന്റെ ഒരു റോക്കറ്റ് വീണു. The top floors were completely destroyed. അവിടെ വീണപ്പം ബിൽഡിങ്ങിന്റെ ടോപ്പ് ഫ്ലോർ നശിച്ചു. But inside the building something odd had just happened. പക്ഷെ കെട്ടത്തിനടിയിൽ വളരെ അസാധാരണ ഒരു കാര്യം സംഭവിച്ചു. A Torah class was scheduled that morning had been mysteriously cancelled just 30 minutes before the strike. ആ ബിൽഡിങ്ങിൽ അന്ന് ഒരു തോറ ക്ലാസ് നടക്കേണ്ടതാ. ഒരു തോറ ക്ലാസ് നടക്കേണ്ടതാ. പക്ഷെ ആ ക്ലാസ് നടക്കേണ്ടതിന് 30 മിനിറ്റ് മുൻപ് ആ ക്ലാസ് അവരും ക്യാൻസൽ ചെയ്തു. ക്ലാസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് ആരും വന്നില്ല. അന്ന് വന്നിരുന്നെങ്കിൽ ആ മുറിക്കകത്ത് 30 പേരെങ്കിലും മരിക്കേണ്ടതാ. പക്ഷെ ആരും വന്നില്ല, അതുകൊണ്ട് ഒരാളും മരിച്ചില്ല. Many who lived in the building later said it was in luck. അവിടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞത് അത് ലക്കല്ല. Someone cancelled that meeting because God didn't want us there. ഞങ്ങൾ അവിടെ ചെന്ന് മരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം ആരെ കൊണ്ടോ ആ മീറ്റിംഗ് ക്യാൻസൽ ചെയ്യിച്ചു. നമ്മുടെ മീറ്റിങ്ങിന്റെ സമയം തീരാറുമായി. ഇല്ലേ പാസ്റ്ററെ? ഇനി ഒരു 3 കൂടെ ഉണ്ട്. നമ്മളതിലിപ്പം പറയാൻ പോകുന്നില്ല, നിങ്ങളുടെ സമാധാനത്തിന് വേണ്ടി. സോ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് എന്താ മനസ്സിലായത്? ദൈവം ഓരോ ഘട്ടത്തിലും തൻ്റെ ജനത്തെ സംരക്ഷിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഇപ്പോൾ നിറവേറ്റുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മളോടുള്ള വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന്റെ പൂർത്തീകരണം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തിരുവെടുത്ത് പറയുന്ന പോലെ എഴുന്നേറ്റ് തലകളെ ഉയർത്താം. ദൈവം നമ്മളെ സഹായിക്കുവാനാകട്ടെ. താങ്ക് യു പാസ്റ്റർ വെരി മച്ച്. താങ്ക് യു എവറിബഡി വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ഈ ഇസ്രായേലിന് 14 അല്ലെങ്കിൽ 17 മുൻകാലങ്ങളിലായിരിക്കട്ടെ, തുടക്കം മുതൽ കർത്താവ് അവരെ രക്ഷിച്ചു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു കൊണ്ടുവരുന്നു. വെറുതെ ഒരു ചോദ്യമാണ് എങ്കിലും അങ്ങ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ചോദിക്കുന്നു. 1-ാം നൂറ്റാണ്ട് മുതൽ സഭയ്ക്ക് കൊടിയ പീഡനം അനുഭവിച്ചു. അനേക വ്യക്തികൾ തീയിലും മൃഗത്തിന്റെ ക്രൂരതയിലും മരണപ്പെട്ടു. സഭയെ ദൈവം എന്തുകൊണ്ട് ഇതേപോലൊരു പ്രൊട്ടക്ഷൻ കൊടുത്തില്ല? വേറൊന്നുമല്ല, ഇത് കഷ്ടത സഭയ്ക്കുണ്ട്. ഇതൊക്കെ എനിക്കറിയാം. ഞാൻ ഈ കോണ്ടക്സിൽ ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പ്ലീസ്. ഇത്രയുള്ളവർ മനസ്സിലാക്കാനേ, ഇതിനേക്കാൾ പീഡനമാണ് ഇസ്രയേലും കടന്നുപോയത്. ഇതുപോലെ എടുക്കണം, സിറിയൻ റിവോൾട്ട് മുതലെടുക്കണം. അന്റിയോക്കസ് എപ്പിഫനസ് ഇസ്രായേലിന് ഭരിക്കാൻ വന്നത് മുതൽ ഹിറ്റ്ലർ വരെയുള്ള കാലഘട്ടം എടുത്തേ, അവർ കൊന്നുകളഞ്ഞതിൻ്റെ അത്രയും നീചമായിട്ട് അത്രയും ക്രിസ്ത്യാനികളെ ലോകം കൊണ്ടിട്ടുണ്ടോ?
ഇസ്രായേലിനെ കൊന്നുകൊള്ളുന്നതിൻ്റെ അത്രയും നീചമായിട്ട് അത്രയും നമ്പറിൽ ക്രിസ്ത്യാനികളെ കൊന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ആ മരിച്ചവർ മുഴുവനും അവർ രക്തസാക്ഷികൾ എന്നുള്ള വലിയ പദവിയിൽ ഇന്ന് സ്വർഗത്തിലോട്ട് അല്ലെങ്കിൽ നിത്യതയിൽ വിശ്രമിക്കുന്നുണ്ട്. പ്രൊട്ടക്ഷൻ ഇസ്രയേൽ എന്ന ജനതയ്ക്കാണ്, പ്രൊട്ടക്ഷൻ ദൈവസഭയ്ക്കാണ്. അതിലെ മെമ്പേഴ്സ് വ്യാപകമായി ആക്രമിക്കപ്പെടുകയും മരണത്തിന് വിധേയമാവുകയും ചെയ്യുന്നുണ്ട്, അന്നും ഇന്നും എന്നും. യെസ്, താങ്ക് യു. താങ്ക് യു. KT Joseph, please unmute. Brother, please unmute Pastor KT Joseph. പ്രൈസ് ദി ലോർഡ് പാസ്റ്ററെ. Praise the Lord. ഈ ഗലാത്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യത്തില് പാസ്റ്റർ പറയുകയുണ്ടായി, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അപ്പോൾ ഈ പ്രമാണം എന്ന് പറയുന്നത് ഏത് പ്രമാണത്തെ കുറിച്ചാണ്? അവിടെ പറഞ്ഞിരിക്കുന്നത് കൃപയുടെ പ്രമാണത്തെയാണ്, ന്യായപ്രമാണത്തെ അല്ല. കൃപയുടെ പ്രമാണം. അവിടെ അതിനു മുമ്പ് പറയുന്നുണ്ട് പരിച്ഛേദനയും അഗ്രചർമ്മവുമല്ല പുതിയ സൃഷ്ടി എത്ര കാര്യം. പുതിയ സൃഷ്ടിയുടെ പ്രമാണമാണ് കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത്. അപ്പൊ ഇതനുസരിച്ച് നടക്കുന്നവർക്ക് സമാധാനവും കരുണയും. കൃപയുടെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർക്ക് സമാധാനമുള്ളൂ. അപ്പൊ ഈ പുതിയ നിയമസഭയാണെങ്കിൽ സമാധാനം ഇല്ലെങ്കിൽ ഈ പ്രമാണം അനുസരിക്കുന്നില്ല എന്നൊരു അടയാളമാണില്ലേ? ഡെഫിനറ്റ്ലി. കാര്യം പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് സമാധാനം ഇല്ലാതാക്കുന്നതല്ല. കാര്യം പീഡിപ്പിക്കുന്ന ജനം വലിയ ദൈവ സമാധാനം അനുഭവിക്കുന്നുണ്ടെന്നേരം, അതുകൊണ്ട് അവർ പീഡയിൽ നിലനിൽക്കുന്നത്. പക്ഷെ പ്രമാണം വിട്ടുപോകുന്നവർക്ക് ഉള്ളിൽ സമാധാനമില്ല, സമാധാനം കരുണ അവർക്ക് ലഭിക്കില്ല. Please unmute Mr. Nibu. Nibu, you should open your video, then only you can ask question. Yeah, actually I'm at work, so yes. Okay, Jojo. Okay, so the question is, I have actually two questions. So first question is, now Israel is being protected and everybody can see it, but why are they not realizing that Israel is under protection? Because God has given them blind eyes and deaf ears. അതുകൊണ്ട് ദൈവം അവർക്ക് ആത്മീയ മന്ദതയും പിന്നെ അന്ധതയും കൊടുത്തിരിക്കുന്നുണ്ട്. അത് ദൈവം റിമൂവ് ചെയ്യാത്തതുകൊണ്ട് ആസ് എ നേഷൻ അവർക്ക് ദൈവ ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതതിൻ്റെ കാരണം. ആസ് മെനി ഇൻഡിവിജ്വൽസ് അക്സെപ്റ്റ് ഇറ്റ്, ബട്ട് ആസ് എ നേഷൻ ദേ കനോട്ട്, because God has already given them blind eyes and deaf ears. That's the reason. And my next question is, we see so much of protection, but we also see places where they are getting hurt. So, for example, October 7th, so many thousands of people died. Yes. What even should Israel understand? Died, God is protecting the nation. The nation doesn't face annihilation. That's what you must understand. The nation doesn't face annihilation. But isn't there something deeper to understand there, where in places where he is able to protect everybody, and you said several times where not when one life was lost, but in other places lives are being lost. So what is the lesson? What is God trying to tell us? അവിടെ sovereign choice, sovereign decision സംഭവമുണ്ട്. ദൈവത്തിന്റെ സോവറിനിറ്റിയിൽപ്പെട്ട കാര്യമാണ്. നമുക്ക് അങ്ങോട്ട് കയറി ഒന്നും പറയാൻ പറ്റത്തില്ല. That is something that is fully depending on God's sovereignty. I can't answer any question from that. 12 വാക്യങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം എന്നുള്ള ആ വാക്യം, പിന്നെ അവർ എബ്രായ ലേഖനത്തിലെ അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ആ വാക്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം ഈ പൊതുവിൽ പഠിപ്പിക്കുന്നതിനകത്തു നിന്നൊരു നമ്മൾ രണ്ടാം തരം സിറ്റിസൺഷിപ്പ് ആയി പോകുന്നോ? കാരണം ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ ഇസ്രയേലിനെ അല്ലെങ്കിൽ അബ്രഹാമിലൂടെ ഇസ്രയേലിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ നമ്മൾക്ക് ഈക്വൽ സ്റ്റാറ്റസ് തന്നെ നമ്മളെ അതിൽ രക്ഷിക്കാൻ വേണ്ടിയല്ലേ ഈ ഒരു മഹാപദ്ധതി അബ്രഹാമിലൂടെ ദൈവം പ്ലാൻ ചെയ്തത്. കാരണം ഇസ്രയേലിന്റെ ഇപ്പൊ സാറ് പഠിപ്പിച്ച യുദ്ധങ്ങളും കാര്യങ്ങളും എല്ലാം അതൊക്കെ പണ്ട് മുതലേ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് നല്ല 100% ഇസ്രയേലിനോട് ബന്ധത്തിൽ അത് നമുക്ക് വേണ്ടിയും കൂടെ തന്നെയല്ലേ ഈ കാര്യങ്ങൾ അവരെ നിലനിർത്തിയിരിക്കുന്നത് വാക്യങ്ങളുടെ വെളിച്ചത്തിൽ. പക്ഷേ പാസ്റ്റർ ക്വസ്റ്റ്യനിൽ നിന്ന് ഒരുപാട് ദൂരെ പോയി. പാസ്റ്റർ ഒരു പ്രസംഗിച്ചു, പെട്ടെന്നൊരു ദൂത് പറഞ്ഞു.
പക്ഷെ ചോദ്യം കിട്ടിയില്ല എനിക്ക്, ഞാൻ പിന്നെ ഇങ്ങനെ മറുപടി അതെ, പറയുന്നത്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം അത് യഹൂദിന് വേണ്ടി മാത്രമല്ലല്ലോ, ലോക അല്ല, ജനതയ്ക്ക് വേണ്ടി എല്ലാം ഉള്ള രക്ഷയല്ലേ. അന്ന് അന്ന് അതെ, പിന്നെ അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ബാക്കിയോടൊന്ന് വായിച്ചേ, അത് ബാക്കിയോടൊന്ന് വായിച്ചേ. അതെ, അത് ബാക്കിയോട് വായിച്ചേ. മുൻകരുതിയിരുന്നു. ഇബ്രാഹിം ലേഖനം അത് ബാക്കി എടുക്കണം, ഞാൻ ഓർമ്മയിൽ നിന്ന് പറഞ്ഞാണ്. ഞാൻ എടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ആ ദൈവം അല്ല, നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയിരിക്കുന്നു. അതെ, നമുക്ക് വേണ്ടി ഇവിടെ ഏറ്റവും നമ്മൾ രണ്ടാം തരമല്ല, അല്ല, എറ്റേണിറ്റി വരുമ്പോൾ വി ആർ ഹയർ ദാൻ. അല്ല, ഞാനത് പറഞ്ഞത് പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ കേട്ടതനുസരിച്ച് നോക്കുമ്പോൾ പലരും ഇസ്രയേലിന് തന്നെ മുൻതൂക്കം കൊടുക്കുന്നു എന്ന് വരത്തക്ക രീതിയിലേക്ക് ആശയം പോകുന്നു. ഞാനൊരു അതിനെയാണ് ഞാൻ കാര്യം പറയുന്നത്, ഈ പലരും എന്ത് കൊടുക്കുന്നു ചോദിച്ചാൽ എനിക്ക് ഒരു മറുപടി അതിനകത്തില്ല. സാർ ഞാനൊരു പഠിപ്പിക്കുന്നതിനകത്ത് കാര്യം ഇടയ്ക്ക് പറയാം, തോന്നുന്നുണ്ട്, സാർ ഞാനൊരു കാര്യം പഠിപ്പിക്കുന്നതിനകത്ത് പറയാം. ഇടയ്ക്ക് ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ഇസ്രയേലിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നാമത്തെ ഇല്ല, കാര്യം. അത് അംഗീകരിക്കുന്നു. രണ്ട്, നില്ല. രണ്ട്, നിത്യയുടെ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ വി ആർ ഹയർ ദാൻ ദം. പദ്ധതി പൂർത്തീകരിക്കുമ്പോഴേ ഉള്ളൂ, ഇപ്പോഴല്ല. അതെ, കാര്യം നമ്മൾ കുഞ്ഞാടിന്റെ മണവാട്ടിയും അവർ കുഞ്ഞാടിന്റെ ഭവനക്കാരും. അല്ല, പ്രാധാന്യത അവർക്ക് പോകുന്നതായിട്ട് തോന്നാറുണ്ട്, ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ചോദിച്ചത്. അവർ ആർക്കും എന്തും ഫീൽ ചെയ്യാം, നമുക്കൊരു ചർച്ചാ എന്നാലും വിഷയമല്ല. നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ അതൊരു പ്രാധാന്യം വിലയില്ലേ. ഇല്ലില്ല, ആർക്കും എന്തും ഫീൽ ചെയ്യാം. അങ്ങനെ ഫീലിങ്ങിന് പറയുമ്പോൾ നമ്മളൊന്നും നിർത്തത്തില്ല. അത് ഞാൻ ഓക്കെ, ഓക്കെ, കടക്കുന്നു. ശരി, 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 Thank you. ഓക്കെ. Anybody else got a question to ask? Yes, ആരാ? സൺഡിയോ? അതാ Stanley. സ്റ്റാൻലി. സോറി, എനിക്ക് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. സ്റ്റാൻലി പറഞ്ഞാട്ട്. സാറേ, ഞാന് ക്ലാസിന്റെ തുടക്ക ഭാഗത്ത് ഞാൻ ഇല്ലായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാണ് കയറിയത്, കാരണം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത്. ലേറ്റ് കവേഴ്സിന് സാറ് ചോദ്യം പറഞ്ഞു, ചോദിക്കാനും അതുമില്ല. ഏതായാലും ചോദിച്ചു. ഇസ്രായേലിനെ കൂടാതെ നമുക്ക് വാഗ്ദത്ത നിവൃത്തിയില്ല എന്നുള്ള ഭാഗം കേട്ടോണ്ടാണ് ഞാൻ വന്നത്. അതിനു മുമ്പുള്ള ഭാഗം ഞാൻ കേട്ടില്ല. അതാ കുഴപ്പം. അപ്പൊ അത് കേട്ടില്ല. അപ്പൊ ഓക്കെ, അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, സഭയ്ക്ക് ഇസ്രായേലിനുമായിട്ട് ബന്ധപ്പെട്ട് സാറ് ഒരു പകുതി ആൻസർ ഇപ്പം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യന് പറഞ്ഞു. സഭയ്ക്ക് സ്പെഷ്യൽ പ്രിവിലേജ് അതിനകത്തൊന്നും ഇല്ലേ? അതായത് അതിലിപ്പോ പറഞ്ഞു നിർത്തിയത് ഇവർ ഓക്കെ, അതാണ് ചോദിച്ചത്. അപ്പം ഒരു എന്താ വരാൻ പോകുന്ന ലോകത്തില് നമുക്കൊരു ഹയർ പൊസിഷൻ ലഭിക്കുമെന്ന് മാത്രം, അത് മാത്രമാണോ ഉള്ളത്? അല്ല, അല്ലാതെ കാര്യം അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ അവരിൽ കൂടെയാണ് വാഗ്ദത്ത നിവർത്തി വരുന്നതെങ്കിൽ നമ്മളെ സെപ്പറേറ്റ് ആയിട്ട് സഭയായിട്ട് കർത്താവ് ഫോം ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ഓർമ്മ. ലുക്ക് പാസ്റ്റർ സ്റ്റാൻലി, ഈ ഫോറത്തിൽ എനിക്ക് ഒരിക്കലും മറുപടി പറയാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇവിടെ മിണ്ടാൻ പോലും പറ്റുന്ന കാര്യമല്ലത്. ഓക്കെ, സോറി, പിന്നീട് സംസാരിക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ സാർ ഇപ്പൊ ഈ 17 സംഭവങ്ങൾ പറഞ്ഞു, ഇസ്രായേലിനെ ദൈവം കാത്തു സൂക്ഷിച്ച 17 സംഭവങ്ങൾ അക്കമിട്ട് 14 സംഭവങ്ങൾ ഇപ്പൊ പറഞ്ഞു. അപ്പൊ സമാനമായ സംഭവങ്ങൾ ലോക ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളിൽ സംഭവിച്ചായിട്ട് സമാനതയുള്ള സംഭവങ്ങൾ കാണാനായിട്ട് പറ്റും. ഇപ്പൊ ഈവൻ ഒരു ചെറിയ രാജ്യമായ ക്യൂബ ഒത്തിരി വർഷങ്ങളോളം അമേരിക്കയുടെ ഉപരോധത്തെ ചെറുത്ത് നിന്നതായിട്ട് നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം ഇത്തരം സംഭവങ്ങളെ നമ്മൾ എങ്ങനെയാണ്, അതൊരു ഇസ്രായേലിന് വേണ്ടി കാര്യം പറയുമ്പോൾ യെസ്, അതൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ആണെന്ന് നമ്മൾ പറയുന്നു. സമാനതകളുള്ള സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? സമാനതയുള്ള സംഭവങ്ങൾ ലോക ചരിത്രത്തിൽ കാണുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദ ലോർഡ് റെയിൻസ്, സകലത്തിന്മേലും വാഴുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവം കുശവൻ ഒരു പാത്രത്തിൽ നിന്ന് ഒരു പിണ്ഡം മാനകാര്യത്തിനും മറ്റൊരു പിണ്ഡം ഹീനകാര്യത്തിനും നിർമ്മിക്കാൻ കളിമണ്ണിന്മേൽ അധികാരമുള്ളതുപോലെ ആരെ എവിടെ എന്ത് കാര്യത്തിനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്യണമെന്ന് ദൈവത്തിൻ്റെ സോവറിനിറ്റിയാണ്. നമുക്ക് ഒരക്ഷരവും പറയാനൊക്കത്തില്ല. അവിടെ ക്യൂബയിലെ ആളുകളെ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യത്തിനു വേണ്ടി പ്രൊട്ടക്ട് ചെയ്തു. ദൈവം എന്തുകൊണ്ട് ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു? 2 റീസൺസ് ആണ് മനസ്സിലാക്കേണ്ടത്.
റീസൺ നമ്പർ 1, അവരോടുള്ള വാഗ്ദത്തം നിവർത്തിച്ച് നോക്കത്തുള്ളൂ. അങ്ങനെ എഴുതിയിരിക്കുക. റീസൺ നമ്പർ 2, മിറക്കിൾ അല്ലാതെ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ മറ്റൊരു മാർഗമില്ല. ദൈവം അവരെ കൈവിട്ടു എന്നുള്ളതാണ് 99% ഇസ്രായേലികളുടെ വിശ്വാസം ഒരു കാലത്ത്. അല്ല, ദൈവം അവരെ കൈവിട്ടിട്ടില്ല എന്ന് വിശ്വാസം അവരിൽ കൊടുക്കാൻ മിറക്കിൾ അല്ലാതെ വേറെ യാതൊരു മാർഗമില്ല. ഒരു പ്രസംഗത്തിനും അവരിൽ വിശ്വാസം കൊണ്ടുവരാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് സെക്കൻഡ് റീസൺ, ഗോഡ് ഈസ് ഡൂയിങ് മിറക്കിൾസ് among them. ഓക്കെ, താങ്ക് യു.